ഹായ്. എന്തായാലും കൊള്ളാം കേട്ടാ. വെപ്രാളവും ബഹരാദിയൊക്കെ പിടിച്ചിട്ട് വെകിളി പിടിച്ചൊരു സാധനം അവിടെ ഇരുന്ന് അങ്ങോട്ട് തുള്ളി കളിക്കുക. നമ്മൾ മറുപടി കൊടുക്കാതെ പോയാൽ ശരിയാവുമോ? അപ്പം എന്താ വിചാരിക്കുക? ഒരു പ്രശ്നമുണ്ട്, രാത്രി ഉറക്കില്ല. രാത്രി ഇറക്കമില്ലാത്തതിൻ്റെ പകലാണ് ഇപ്പം കിടന്നുറങ്ങണത്. അതാണ് ഇത്രയും ലേറ്റ് ആയത്. അല്ലെങ്കിൽ ഞാൻ 3 മണിക്ക് വരേണ്ടതാണ്. ഞാൻ ഉറക്കം എഴുന്നേറ്റത് തന്നെ 3 മണിക്കാണ്. 8 മണിക്കൂർ ഉറങ്ങണമെന്നുള്ള ഒരു വാക്ക് ഞാൻ എൻ്റെ ഡോക്ടർക്ക് കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഞാൻ താമസിച്ചു പോയി എഴുതേക്കാനായിട്ട്. അതുകൊണ്ടാണ് കേട്ടോ ഉറക്കമില്ലാത്ത രാത്രികൾ എനിക്ക് സമ്മാനിച്ച ടാങ്കോ ഗേളിൻ്റെ ഒരു കുൽസിതം നമുക്കൊന്ന് കേൾക്കാം. കുൽസിതത്തിനൊരു മറുപടിയും നമുക്ക് കൊടുക്കാം. അതിൻ്റെ ഇടയ്ക്ക് വേറൊരു കുട്ടി വന്ന് ലൈവിൽ അത്യാവശ്യ കാര്യങ്ങൾ പറയുന്നുണ്ട്. കൊള്ളാം, അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് നല്ലൊരു സിംറ്റംസാണ്. ഇറ്റ്സ് വെരി ഗുഡ്, വെരി ഗുഡ് തിങ്, വെരി സൂപ്പർ ഒന്നും പറയാനില്ല. നല്ല കാര്യം. നമുക്ക് ടാങ്കോ ഗേളിലേക്ക് പോവാം. വോയിസ് റെക്കോർഡ് ഓർ ഭീഷണി വിത്ത് പ്രൂഫ്. അതൊക്കെ അൽഫല പറയുന്നുണ്ട്. അപ്പുറത്തെ അൽഫല അവിടെ തൊള്ള തുറന്ന് പറയുന്നുണ്ട്. എന്താണ്, ആരാണ് ഭീഷണിപ്പെടുത്തുന്നത്, ആരാണ് പ്രശ്നക്കാരി എന്നൊക്കെ അൽഫല അവിടെ കൃത്യമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. നമുക്ക് വിഷയത്തിലേക്ക് പോവാം. മാഡം എന്തൊക്കെ പറയുന്നുണ്ട്. മാഡം പിന്നെ സെറ്റ് ചെയ്തെടുക്കണം ആഗ്രഹമുണ്ട്, നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ ഈ കിണകൾ സമ്മതിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്, എനിക്ക് കുറച്ച് അപ്ഡേറ്റ് പറയാൻ കൂടാണ് ഞാൻ നമ്മളുടെ മനസ്സിലേക്ക് കുറച്ച് അപ്ഡേറ്റ് നിങ്ങൾക്ക് പറയാം. ഫസ്റ്റ് കാര്യം പറഞ്ഞാൽ നമ്മൾ FIR രജിസ്റ്റർ ചെയ്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ബാക്കിയൊക്കെ എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഞാൻ മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് നീതി കിട്ടും എന്നുള്ളത്. നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയാനാണെങ്കിൽ നിങ്ങളോട് എനിക്ക് ഇങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. അങ്ങ് അറ്റം പറ്റിയല്ലടി, അങ്ങ് തീരാറായല്ലടി. ചാപ്പാടൊന്നും ഇറങ്ങണില്ലേ? നീ മുറിന്ന് പുറത്തിറങ്ങാതെ അതിനകത്ത് കയറി കുത്തിയിരുന്നിട്ട് എന്ത് കാര്യം? നീ പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങ്. ശരിക്കും അറിയില്ല നിങ്ങളോട് എങ്ങനെ നന്ദി പറയണമെന്ന്. ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും ഒരു വേസ്റ്റ് കണ്ടീഷനിലായിരുന്നു ഞാൻ പോയിട്ടുള്ളത്. എനിക്ക് എൻ്റെ ഫേസ് ആണെങ്കിൽ നിങ്ങളെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് ലാസ്റ്റ് 2 വീഡിയോ പറയാൻ എനിക്ക് മുഷിസിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എൻ്റെ മൈൻഡിൻ്റെ കണ്ടിയില്ല അങ്ങനത്തെ അവസ്ഥയിലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് എന്താ ഒരു പരിധി ആൾക്കാരുടെ കൂടെ എനിക്ക് വിശ്വസിക്കുന്നതാണ്. പക്ഷേ വീഡിയോ വന്നതിന് ശേഷം ഒരു 99% ആൾക്കാർ എനിക്ക് കൂടെ നിൽക്കുകയാണ് ചെയ്തത്. അതെനിക്ക് വരുന്ന കമൻറ്റുകൾ, എനിക്ക് വരുന്ന മെസ്സേജുകൾ, എനിക്ക് വരുന്ന കൂടുതൽ കയ്യും കണക്കുമില്ല. നോക്കിയാണോ നീ ഇതിൻ്റെ പ്രശ്നമൊന്നുമില്ല, നമ്മൾ ഇതിൻ്റെ കൂടെ വിശ്വസിക്കാതിരിക്കും, ഹാപ്പി ആയിരിക്കും. എനിക്ക് കിട്ടുന്ന ധൈര്യം, എനിക്ക് കിട്ടുന്ന സന്തോഷം എനിക്ക് പറഞ്ഞു തരാൻ എനിക്കറിയില്ല. അതുകൊണ്ട് എനിക്ക് എങ്ങനെ നിങ്ങളോട് നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഒരുപാട് എൻ്റെ അടി മനസ്സ് തൊട്ട് ഞാൻ പറയാൻ ഒരുപാട് നന്ദിയുണ്ട്. എന്നെ വിശ്വസിച്ച് എന്നെ സ്നേഹിക്കുന്നതിന്, എനിക്ക് തെറ്റ് വരുമ്പോൾ എന്നെ വിമർശിക്കുന്ന പോലെ എന്നെ ശരി വരുമ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതിന് ഒരുപാട് നന്ദി. അപ്പോൾ അതാണ് രണ്ടാമത്തെ കാര്യം. ഇനി പറയാൻ പോകുന്നത്, നീ പിന്നെ എവിടെ ഇരിക്കണം? ഞാൻ പണ്ടേ ഇവിടെ തന്നെ ഇരിക്കുന്നത്. ഞാൻ നാട്ടിലിറങ്ങിയിട്ട് ടാങ്കോ ഗേളിനെ കണക്ക് റിസോർട്ട് തോറും തെണ്ടി നടന്നോളല്ല. ഞാൻ ഇവിടെ തന്നെയാണ് പണ്ടേ ഞാൻ എൻ്റെ വീട്ടിൽ ഇരുന്ന് തന്നെയാണ് വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ റോഡ് നീളെ ഇറങ്ങിയിട്ട് കേലോ എൻ്റെ ചുണ്ടിരിക്കുന്നത് കണ്ടോ, എൻ്റെ മുഖത്ത് തിരിക്കുന്നത് കണ്ടോ, എൻ്റെ ചുണ്ടിൽ തേച്ച് ലിപ്സ്റ്റിക് കണ്ടോ, എൻ്റെ ഇവിടുത്തെ ഇത് കണ്ടോ, അത് കണ്ടോ, നോക്കൂ, ഹീ ഹൂ. ദീസ് കൈൻഡ് ഓഫ് കമന്റ് നെവർ കംസ് ഫ്രം ദിസ് സൈഡ്. ഷട്ട് അപ്പ്. തൽക്കാലം നമുക്ക് ഹൈഡ് അങ്ങ് വെക്കാം. അവിടെ ഇരുന്ന് മോങ്ങ്. അവള് ഏർപ്പാടാക്കിയ ടീമല്ലേ. നമ്മുടെ ശരിക്കുള്ള കാര്യം, നമ്മുടെ അയ്യോ നിർത്തരുത്, പറ്റൂല. നിർത്തിയാൽ ഞാൻ സമ്മതിക്കൂല. നീ നിർത്താൻ പറ്റൂല, നീ സമ്മതിക്കത്തില്ല. നീ നിർത്തിയാൽ ഞാൻ സമ്മതിക്ക കളി കൂട്ടില്ല. നീ കുറച്ചങ്ങ് തകർക്കല്ലേടി. പിന്നെന്തോ ഇങ്ങനെ എന്തു വാടി അങ്ങ് അറുമാതിക്കാണല്ലോ നീ അമരയ്ക്ക മോളെ. എന്നാൽ ഒന്നും പോരാണ്ട് എൻ്റെ അലയിലും കൂടെ കയറി. നീ എന്താണെന്ന് പൊതുജനത്തിന് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. മോളെ റിച്ച് ആരാണെന്ന് നീ പറയണ്ട. പക്ഷെ നിന്റെ കമന്റ് സെക്ഷൻ മുഴുക്ക താഴെ വന്ന് കിടന്ന് ഇറങ്ങിയിട്ട് റീച്ച് കിട്ടുന്നുണ്ട്. നല്ല റീച്ചാടി, ഒരു കുറവുമില്ല. സൂപ്പർ റീച്ചാ. നീ പറയാതെ തന്നെ എനിക്ക് റീച്ച് കിട്ടുന്നുണ്ട്. അതല്ല വിഷയം. നീ കൊടുത്തു എന്ന് പറയുന്ന ഇണ്ടാസ് ഞാൻ കൊണ്ട് കൊടുക്കും. അതുകൊണ്ടല്ലേ കാപ്പിപ്പൊടിയും മാങ്ങാപ്പൊടിയും തേങ്ങാപ്പൊടിയും ഒക്കെ പറയണ. എടി അതിന് ഉത്തരം അൽത്താഫ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്.
നിങ്ങൾ എനിക്കെതിരെ ഒരു വീഡിയോ ചെയ്താൽ ഞാൻ അറിയണ്ടേ എന്ന് പുള്ളി ചോദിച്ചിട്ടുണ്ട്. ഞാൻ വീഡിയോ ചെയ്ത് അവിടെ ഇടാറേ ഉള്ളൂ. അതിന്റെ ലിങ്ക് അവിടെ കൊണ്ടുപോയി ഒട്ടിച്ച് അവന്റെ ശ്രദ്ധ ഇത് ആക്കാറില്ല. അവനെ എപ്പോഴെങ്കിലും കണ്ടാൽ മതി. എനിക്ക് പൊതുജനത്തിനോട് പറയാനുള്ള കാര്യം ഞാൻ പറയുന്നു എന്നതിനപ്പുറം അത് അവിടെ കൊണ്ടിട്ട് വ്യൂ ഉണ്ടാക്കുക, റീച്ച് ഉണ്ടാക്കുക, അവനെ അള്ളിപ്പിടിക്കുക, ആ പരിപാടിയേ എനിക്കില്ല. എൻ്റെ അത് എന്നെങ്കിലും എപ്പോഴെങ്കിലും ആരെങ്കിലും കണ്ടാൽ മതി, അത്രേ ഉള്ളൂ. കാണേണ്ടവർ കാണുന്നുണ്ട്, അത് മതി. കൂടുതൽ ഇതുപോലെ ആ കുത്തിത്തിരിപ്പൊന്നും എനിച്ചില്ല, എനിക്ക് താല്പര്യവും ഇല്ല. ആ നീ പറ. മോളെ, ഇതൊക്കെ കഴിഞ്ഞിട്ട് നീ പല്ല് ഡോക്ടർ ഒന്ന് പോയി കാണണം. എന്നോടുള്ള ദേഷ്യം കൊണ്ട് ഇരുമി പിടിച്ച് അവസാനം പല്ലെല്ലാം പൊടിഞ്ഞ് കയ്യിൽ വരും. നീ അത്ര കലിപ്പിലാണുള്ളതെന്ന് എനിക്ക് മനസ്സിലായി. അടി, എന്നെ കലക്കി കുടിച്ചിട്ടൊന്നും കാര്യമില്ലടി. അമരാവതിച്ചുകൊണ്ട് നടക്കുമ്പോഴത്തേക്ക് ആലോചിക്കണം എന്നെങ്കിലും ഓൺസ് ഇതൊക്കെ പുറത്ത് വരാൻ ചാൻസ് ഉണ്ടെന്ന്. എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഞാനൊരു വീഡിയോ ഓൾറെഡി ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനു മുമ്പ് ഞാൻ അവരോട് കൂടി ഒരു കാര്യം, ഒരു എക്സ്പ്ലനേഷൻ പോലെ തരാം. ചില പെൺകുട്ടികൾ തനിക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ വളരെ ബുദ്ധിമുട്ടി, വളരെ പ്രശ്നത്തിലായി, ഇതെങ്ങനെ പ്രതികരിക്കണം, ഇതിനെതിരെ എന്ത് ചെയ്യണമെന്ന് പകച്ചു നിൽക്കുന്ന പെൺകുട്ടികൾക്ക് ഞാനൊരു പാഠമാണ്. ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത്. സത്യത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക്, ഇതെന്റെ വിഷയമല്ല, ഇതെന്റെ സബ്ജക്റ്റ് അല്ല. ഇത്തരം എന്താ പറയണ പൈങ്കിളി സാധനവുമായി ഞാൻ ഇതുവരെ വരാറുമില്ല. എനിക്ക് ഒരുപാട് വ്യൂ കിട്ടുന്നത് പൈങ്കിളി സാധനങ്ങൾക്കാണ്, പക്ഷെ ഞാനത് എടുക്കാറില്ല. വ്യൂവിന് വേണ്ടി സംസാരിക്കുന്ന വ്യക്തിയുമല്ല. ആർക്ക് വേണമെങ്കിലും വിശ്വസിക്കുന്നവർ വിശ്വസിച്ചാൽ നിർബന്ധമില്ല, അത് അവിടെ നിൽക്കട്ടെ. ഇതെന്താണ് കഥയെന്ന് നിങ്ങൾക്ക് മനസ്സിലാകണ്ടേ. കാപ്പിപ്പൊടി സ്വന്തം ചാനൽ ബൂസ്റ്റപ്പ് ചെയ്യാൻ റിഫ മെഹനു എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ മരണത്തിനെ എടുത്തു വെച്ച് മാർക്കറ്റ് ചെയ്തു. മാർക്കറ്റ് കുഴപ്പമില്ല, അവൻ ആ മരണത്തിനെ പറ്റി വളരെ നന്നായിട്ട് തന്നെ പറഞ്ഞ് അതങ്ങനെ അങ്ങ് പോയാൽ മതിയായിരുന്നു. ഗൾഫിൽ നിൽക്കുക, പ്രത്യേകിച്ച് ദുബായിലുള്ള എനിക്കറിയാം, അവിടെ അങ്ങനെ ഒരു അസ്വാഭാവിക മരണം നടന്നാൽ രണ്ടും അകത്താം. അവന്റെ കൂടെ പോയവരും വിസ കൊടുത്തവരും ഒക്കെ അകത്ത് പോകുന്ന സിനാരിയോ ആണ്. വിട്ടുകൊടുക്കത്തില്ല. അവർ രണ്ടുപേരും വിസിറ്റ് വിസയിലായിരുന്നു. അതുകൊണ്ട് തന്നെ അത് കൂടുതൽ അന്വേഷണങ്ങൾക്ക് ഇതാക്കാതെ തന്നെ ബോഡി അങ്ങോട്ട് നോക്കിയിട്ട് ഇനി പറഞ്ഞു വിട്ടു, ഇനി നാട്ടിലേക്ക് പറഞ്ഞു വിട്ടു, അവിടെ തീർന്നു. മനസ്സിലായോ? അത്രയേ ഉള്ളൂ. അത് അവരുടെ രീതി അങ്ങനെയാണ്. എനിക്കത് നന്നായിട്ട് അറിയാം. ഞാൻ ആ വിഷയം അവിടെ ഉള്ളപ്പോൾ തന്നെയാണ് ഞാൻ ഇത് കേട്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതിനെ എന്ത് സംഭവിച്ചു എന്ന ക്യൂരിയോസിറ്റി ആളുകൾക്കുണ്ടായിരുന്നു. ആ ക്യൂരിയോസിറ്റിയെ ഇവൻ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വിഷയം എടുത്തത്. അപ്പൊ ഇവന് അവിടെ കുറച്ചുകൂടെ മസാല ചേർക്കണം. മസാല ചേർക്കാനായിട്ട് ഇവന് കിട്ടിയത് നല്ല സൂപ്പർ ഇതിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ്. റിഫയുടെ തന്നെ കൂട്ടുകാരി എത്തിയ ഒരു കുട്ടി, 18 വയസ്സ് പോലും തികയാത്തൊരു മോള്. ആ കുട്ടിയുടെ പേർക്കൊരു ചാനലുമുണ്ട്. ആ കുട്ടിയുടെ അമ്മയും ഒപ്പം ആ വീട്ടിൽ പോയി റിഫ മെഹനുവിന്റെ മകനെ അവളുടെ അടുത്ത് ഉമ്മ വെച്ചു, ചുംബിച്ചു, അതിനെ ഒന്ന് കൂടുതൽ ലാളിച്ചു. ഇത്രയേ ഉണ്ടായിട്ടുള്ളൂ. ആ കുട്ടിയോട് അത്രയും അറ്റാച്ച്ഡ് ആയിരുന്നു ആ കുട്ടി. അതുകൊണ്ടായിരിക്കാം എന്താ അതിൻ്റെ ഇടയിലുള്ളതെന്ന് കൃത്യമായി അവർ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യണം. അത് ഞാൻ പറയേണ്ട കാര്യമില്ല. ആ പെൺകുട്ടി ഈ മെഹനുവുമായി മറ്റൊരു ഇല്ലീഗൽ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് വരുത്തി തീർത്ത് ആ പെൺകുട്ടി അങ്ങ് താറടിച്ച് ഇവന്റെ വീഡിയോ വന്നുകൊണ്ടേയിരുന്നു. അനുദിനം ഈ വീഡിയോ ഇങ്ങനെ വരികയാണ്. ആ പെൺകുട്ടി പുറത്തേക്ക് മുഖം കാണിക്കാൻ പറ്റാത്ത അത്രയും രീതിയിൽ ആ കുടുംബം ഒന്നടങ്കം സൂയിസൈഡ് ചെയ്യേണ്ട നിലയിലേക്ക് ആ കുടുംബത്തിനെ കൊണ്ടെത്തിച്ചത് ഈ കാപ്പിപ്പൊടിയാണ്. അതോടെ തീർന്നില്ല അവന്റെ വാശി. ഈ പെൺകുട്ടി സോഷ്യൽ മീഡിയയിൽ നിൽക്കുകയാണ്. ഇവൾക്ക് കൂടുതൽ റീച്ച്, ഈ കുട്ടിക്ക് കൂടുതൽ സംസാരിക്കാനുള്ള ആർജവം അതുണ്ടായി കഴിഞ്ഞാൽ ഈ പെൺകുട്ടി എനിക്ക് പാരയാകും എന്നുള്ള നല്ല ബോധ്യത്തിൽ ആ പെൺകുട്ടിക്കെതിരെ എപ്പോഴും നിലകൊണ്ടു ഇവൻ കൂട്ടുനിന്നത് ഈ പറയുന്ന ലൗഡിയാണ്. ഈ PWD മോള് അവന് വേണ്ടിയിട്ട് ശരിക്ക് കളിച്ചു എന്നുള്ളതാണ്. നൂറിൻ ഏതോ ഒരു കുട്ടി, നൂറിൻ ഷെരീഫോ, നൂറിൻ ഷെരീഫ് എന്ന് പറയുന്ന ഒരു കുട്ടിയും മറ്റേ അസ്ല, ഇവർ രണ്ടുപേരുടെയും വിവാഹം കുറച്ച് നമ്മൾ സോഷ്യൽ മീഡിയ കുറച്ച് ആഘോഷിച്ച ഒരു സംഗതിയാണ്. ഈ ആഘോഷ സംഗതി ഇതിനകത്തേക്ക് ഒരു വലിയ പിന്നെ ഇമ്പാക്റ്റ് ഈ പെൺകുട്ടി കൂടുതൽ എന്താ പറയണേ വാട്ട് കാൺ സി ഓക്കെ ഇതില് ഇത്രയും അധികം, അതായത് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ ഈ കുട്ടിക്ക് കൂടുതൽ റീച്ച് കിട്ടിക്കഴിഞ്ഞാൽ താൻ അവിടെ ഇട്ടിരിക്കുന്നത് അത് എത്ര വീഡിയോ ആണെന്ന് അറിയാമോ റിഫ മെഹനുവിനെ പറ്റി ഇട്ടിരിക്കുന്നത്. അത്രയും വീഡിയോ ഫേക്ക് ആണെന്ന് നിരുപാധികം തെളിയിക്കപ്പെടും. ആ പെൺകുട്ടി എന്ത് ചെയ്യണമെന്നറിയാതെ, അന്ന് എനിക്ക് യൂട്യൂബില്ല, എൻ്റെ അടുത്ത് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതിനെ അറിയുക പോലുമില്ല. പക്ഷെ ഈ കുട്ടിയുടെ അമ്മ എന്നെ അപ്രോച്ച് ചെയ്തിരുന്നു.
ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴും എന്ത് തൊട്ടാലും നമുക്ക് വേറെ പ്രോബ്ലത്തിലേക്ക് വരുന്നതുകൊണ്ട് ഈ പെൺകുട്ടിയുടെ ഉമ്മയെ ഞാൻ തീരെ അക്സെപ്റ്റ് ചെയ്തില്ല. എനിക്ക് അവരുടെ ഒരു ടോൺ ഇഷ്ടപ്പെട്ടതേ ഇല്ല. എന്തോ ഒരു കൊതിയും നുണയും പറയുന്നതായിട്ടാണ് ഫീൽ ചെയ്തത്. അവർ പറഞ്ഞത് ഞാൻ ഇപ്പോഴാണത് റീകളക്ട് ചെയ്ത് നോക്കിയ, അവർ പറഞ്ഞിരുന്നത് ഒരു വലിയ സംഭവമായിരുന്നു, ഒരു ഗ്രേറ്റ് ഇഷ്യൂ ആയിരുന്നു. ഞാനത് ടച്ച് പോലും ചെയ്തില്ല. ബിക്കോസ് ഈ പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് എനിക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ്. മകളുടെ ചാനൽ, മകളുടെ ഇത് എന്നുള്ള രീതിയിൽ അവരെന്നോട് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ എനിക്ക് അവരോട് ഭയങ്കര വെറുപ്പ് തോന്നി. കുട്ടികളെ പഠിപ്പിക്കുകയാണ് വേണ്ടത്. കുട്ടികൾക്ക് ഒരു കരിയർ ഉണ്ടാക്കി കൊടുക്കുന്നതിന് പകരം അതിനെയും കൊണ്ട് ഇങ്ങനെ ഒരു ചാനൽ നടത്തുന്ന ഒരു ദേഷ്യമാണ് എനിക്ക് ആ അമ്മയോട് തോന്നിയിരുന്നത്. അതുകൊണ്ട് ഞാനത് ശ്രദ്ധിച്ചില്ല. പക്ഷെ വാസ്തവത്തിൽ അതാണ് ഇതിൻ്റെയൊക്കെ കാതലായ കാരണം. ഇവൾക്ക് ഇത്രയും തുള്ളിച്ച വരാനുള്ള കാരണവും അത് തന്നെ. ഇവൾ എന്തിനും വില്ലിങ് ആണ്. ഈ ലേഡി എന്തിനും വില്ലിങ് ആണ്. ടാങ്കോ ആപ്പിനെ പറ്റി പറയുമ്പോഴത്തേക്ക് ക്ലബ് ഹൗസിനെ പറ്റി പറയും. ക്ലബ് ഹൗസ് ഒരു വോയിസ് മാധ്യമമാണ്. അതേപോലെ ഫേസ്ബുക്കിൽ നിഷാന വ്ളോഗ്, അഞ്ജിത നായർ പോലുള്ള കുറേ അധികം പേര് മോശമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഞങ്ങളും അതിനകത്തുണ്ട്. അതങ്ങനെ പറഞ്ഞാൽ പോരെ? അന്ന് അങ്ങനെ പറഞ്ഞില്ലല്ലോ. ഇപ്പൊ പുതിയ കണ്ടുപിടുത്തവും കൊണ്ടുവന്നിട്ട് ക്ലബ് ഹൗസ് പോലെയാണ് ഇതെന്ന് പറഞ്ഞുകൊണ്ട് വരല്ലേ. ഫേസ്ബുക്കിൽ ഞാനുണ്ട്, ഫേസ്ബുക്കിൽ നിഷാനയുണ്ട്, ഫേസ്ബുക്കിൽ അഞ്ജിത നായരുണ്ട്, ഫേസ്ബുക്കിൽ ഒരുപാട് പെൺകുട്ടികൾ ഇതുപോലത്തെ പണി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മളത് ചെയ്യുന്നു എന്ന് അർത്ഥമില്ല. നീ അങ്ങനെയല്ല. ഇന്ന് നീ പറഞ്ഞതിനകത്തുണ്ട് പോയിന്റ്. നിന്റെ ഫേക്ക് ഫോട്ടോകളും കൊണ്ട് ഞാൻ വരുന്നു. അയ്യോ, അതെന്റെ പണിയല്ല കൊച്ചേ. അങ്ങനെ ഒരു രീതിയിൽ ഞാൻ ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് നിന്നോടുള്ള ദേഷ്യം എന്താണെന്ന് നിനക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. നീ തന്നെ പറഞ്ഞ വോയിസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നീ ശരിക്കിരുന്ന് കേൾക്കുക. നീ കാപ്പിപ്പൊടി അണ്ണനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ടും ഈ പറയുന്ന മല്ലു എന്ന് പറയുന്ന ഗോവിന്ദച്ചാമിയെ സൂപ്പറാക്കാൻ വേണ്ടിയിട്ടും നീ എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ അറിഞ്ഞത് നിനക്ക് ഈ ഗോവിന്ദച്ചാമിയെ വ്യക്തമായി മനസ്സിലായി എന്നാണ്. നീ തന്നെ പറയുന്നുണ്ട്, നോട്ടം, അവന്റെ പ്രവൃത്തി അവൻ ഓപ്പണായിട്ട് എന്നോട് ചോദിച്ചു എന്നറിഞ്ഞിട്ടും സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസർ എന്ന പേരിൽ നീ അറിയപ്പെടുമ്പോൾ ആ ഒരു സാധനം എന്തുകൊണ്ട് നീ ജനങ്ങളിലേക്ക് കൊണ്ടെത്തിച്ചു കൊടുത്തില്ല? അവനെ എന്തിനു ഭയപ്പെടണം? അത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയാൽ പോലും നിന്റെ ദേഹത്ത് നിന്റെ സമ്മതമില്ലാതെ ടച്ച് ചെയ്താൽ അത് വിളിച്ചു പറയാനുള്ള ആർജവം ഓരോ പെൺകുട്ടിക്കും ഉണ്ടാകണം. നീ അത് ചെയ്തില്ലെന്നതോ പോട്ടെ, അത് നിന്റെ വിഷയമേ അല്ലെന്ന് പറയുന്നു. നീ യൂട്യൂബർ മാത്രമാണ്, ഇൻഫ്ലുവൻസർ അല്ല. നീ വെറും ഒരു യൂട്യൂബർ മാത്രമാണ്. ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത് സൊസൈറ്റിക്ക് വേണ്ടി, സൊസൈറ്റിക്ക് എന്തെങ്കിലും കൊടുക്കുന്നവരെയാണ് ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ അൽഫല ഇന്ന് ചെയ്ത കാര്യം വളരെ ഗ്രേറ്റ് ആണ്. ഈ ഒരു വിഷയത്തിൽ ഒരു ക്ലിയാരിറ്റി വേണമെന്ന് ആ കുട്ടി ചിന്തിക്കുകയും അതിനുവേണ്ടി ഒരു വീഡിയോ ചെയ്യുകയും ചെയ്തതിൽ സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു. അതാണ് മെച്യൂരിറ്റി. അത് ഏജ് ലെവലല്ല, അതാണ് മെച്യൂരിറ്റി. പക്വതയുള്ള ഒരു മകൾ. അവൾ കറക്റ്റായിട്ട് അത് പറഞ്ഞു. ടാങ്കോയിൽ ഞാനും ഉണ്ടായിരുന്നു. അത് ശരിയായ ഒരു സാധനമല്ല എന്ന് എനിക്ക് മനസ്സിലായെടുത്ത് ടാങ്കോയെ ഞാൻ ഉപേക്ഷിച്ചിറങ്ങി. അവിടെയുണ്ട് അവൾ. അങ്ങനെ നിൽക്കാൻ പറ്റുന്ന പെണ്ണുങ്ങൾക്ക് പറ്റിയ സ്ഥലമല്ല അതെന്ന് ആ പെൺകുട്ടിക്ക് മനസ്സിലായി. അതെന്തുകൊണ്ടെന്നറിയാമോ? അതിൻ്റെ ബാക്കപ്പ് സ്റ്റോറി അതാണ്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അതാണ്. അതിൻ്റെ ഫാമിലിക്ക് ആ ആഹാരം വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള ആർജവം അതിൻ്റെ ഉമ്മാക്കുണ്ടായിരുന്നു. അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ആ ഉമ്മാക്ക് സാധിച്ചതുകൊണ്ട് ആ ഉമ്മായുടെ മകൾ അതിൽ നിന്ന് പിന്തിരിഞ്ഞു വന്നു. ആ പണം ഞങ്ങൾക്ക് വേണ്ട എന്ന് തൻ്റെ ഇടത്തോടു കൂടി ആ കുടുംബം പറഞ്ഞു. നിന്റെ കുടുംബമോ? ടാങ്കോയിലെന്നല്ല, ആളുകളെ മാറി മാറി എടുത്തുടുത്ത് ഡയമണ്ട് റിങ്ങോ അതിൻ്റെ മകളിലുള്ള സാധനമോ ഒക്കെ കൊണ്ടുവന്ന് തന്നാലും കുഴപ്പമില്ല. ഇഞ്ഞു പോരട്ടെ എന്ന് അള്ളിപ്പിടിച്ചുകൊണ്ടിരുന്ന ഒരു പേരൻറ്റിങ്ങും അതിനെ പൊക്കി പിടിച്ചുകൊണ്ട് കിടക്കണം നീയും. ആ പെണ്ണിനെ നിന്നെയും കൂടെ കമ്പാരിസൺ നടത്താൻ കൊള്ളത്തില്ല. അതുകൊണ്ട് ഞാൻ വിട്ടു. ഇപ്പോൾ വിഷയം ഇത്രയേ ഉള്ളൂ. ഈ പെൺകുട്ടി അസ്ലാം ആളിയുടെ വിവാഹത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്യപ്പെടുകയാണ്. അവരൊരു ഫേമസ് ഫെയിമാണ്. അവരതിനകത്ത് ഇൻവൈറ്റേഷൻ കൊടുക്കുന്നു. ഇവളെ കൊണ്ടുവന്നാൽ മറ്റവൾ വരില്ല എന്ന്. അത് മറ്റവൾ മാത്രം പറഞ്ഞതാണോ? അല്ല, കാപ്പിപ്പൊടിയും കൂടെ പറഞ്ഞു. പാടില്ല. അവൾ വന്നാൽ ആ ഫംഗ്ഷനിൽ അവൾ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ അവൾക്ക് ഫെയിം കിട്ടിയാൽ നഷ്ടപ്പെടാൻ പോകുന്നത് കാപ്പിപ്പൊടിയുടെ ചാനലിൻ്റെ ശരിക്കുള്ള ആ ഇതാണ്. കാരണം കാപ്പിപ്പൊടി കള്ളനാണെന്ന് തെളിയിക്കാൻ ആ ഒരൊറ്റ സാധനം മതി, അക്സെപ്റ്റൻസ്. പബ്ലിക്കിലേക്ക് അവൾക്കൊരു അക്സെപ്റ്റൻസ് കിട്ടുന്നത് അവന് സഹിക്കാനാകുന്ന കാര്യമല്ല. നൂറിൻ ഷെരീഫിനെയും പറഞ്ഞിരുന്നു അവൾ. ആ പെൺകൊച്ചത് വൃത്തിയായിട്ട് പറഞ്ഞിട്ടുണ്ട് അവളുടെ ചാനൽ അൽഫല. നൂറിൻ ഷെരീഫിന്റെ കല്യാണത്തിനും ഈ പെൺകുട്ടി പോകരുത് എന്ന് വിളിക്കരുത് എന്ന് വിളക്കിയിട്ടും ആ പെൺകൊച്ചു വിളിച്ചിരുന്നു. എല്ലാവരെയും എക്കാലത്തും വിലയെടുക്കാനോ വിലക്കെടുക്കാൻ പറ്റില്ല എന്ന് ആ പെൺകുട്ടിയും തെളിയിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ നടന്നത് ഇത്രയേ ഉള്ളൂ. ഈ പറയണ നമ്മുടെ അസ്ലം പുസ്ലം ഇവരുടെ ട്രാപ്പിലേക്ക് വന്നു വീണു. അതിൻ്റെ കാരണം എനിക്കറിയാം. എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഞാനത് വളരെ തുറന്നു പറയുന്നു. എന്തുകൊണ്ടാണ് ആ കുട്ടി ട്രാപ്പിടെന്ന് എനിക്ക് കൃത്യമായിട്ടറിയാം. ഞാൻ അത് തന്നെ ആദ്യം കിട്ടിയ ദിവസം തന്നെ ഞാനൊരു വീഡിയോ ചെയ്ത് പറഞ്ഞിരുന്നു. ഞാനത് പറയില്ല.
എന്തായാലും എൻ്റെ മകൻ അങ്ങനെ ഒരു ചരിത്രമില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാനത് വെച്ചു. കാരണം അത്രത്തോളം നീച മനസ്സ് എനിക്കില്ലാത്തത് കൊണ്ട് ഞാൻ പറയില്ല. അത് അവൾ നിങ്ങളോട് പറയട്ടെ. അവളുടെ ജീവിതത്തിൽ നടന്നത് എന്താണെന്ന് അവൾ നിങ്ങളോട് പറയട്ടെ. ഞാൻ പറയേണ്ട കാര്യമില്ല. ഞാൻ സ്പൈ വർക്കല്ല. എൻ്റെ പേര് ഷെഫീന എന്നാണ്, സീക്രട്ട് ഏജന്റ് എന്നല്ല. എനിക്ക് സ്പൈ വർക്കൊന്നുമില്ല. ഈ മനസ്സിലാക്കിയ വിഷയം അപ്പുറത്ത് നിൽക്കുന്ന പെൺകുട്ടിയെ അപ്പൊ ഇനി നിങ്ങൾക്കൊക്കെ ഒരു ചോദ്യം വരാം, എന്തുകൊണ്ട് ഈ പറയുന്ന ടാങ്കോ ഹോറിനെ പറ്റി നിങ്ങൾ എന്നോട് പറഞ്ഞു, അല്ലെ നമ്മളോട് നിങ്ങൾ എന്ത് പറഞ്ഞു എന്ന് ചോദിച്ചാൽ ഉത്തരമുണ്ട്. എന്തുകൊണ്ട് ടാങ്കോ ഹോർ? അവൾ ഒരു വിഷമാണ്. അവൾക്ക് സ്ത്രീത്വം എന്താണെന്ന് അറിയത്തില്ല, പെൺകുട്ടികളുടെ വാല്യൂ എന്താണെന്ന് അറിയത്തില്ല. ആ പറയുന്ന പടപ്പിന് വേണ്ടിയിട്ട് ഇറങ്ങി തുനിഞ്ഞു നിന്നുകൊണ്ട് ഈ അത്ര മോശത്തരങ്ങൾ ഈ പെൺകുട്ടികളെ എല്ലാം ബ്ലാക്ക്മെയിൽ ചെയ്ത് സ്വന്തം വരുതിക്ക് നിർത്തി തൻ്റെ തോന്നിവാസം സാധിക്കാൻ കളിച്ച ഒരു സാധനമാണത്. അവൾ കളിച്ച് യൂട്യൂബേഴ്സിനെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന ഒരു ലെവലിലേക്ക് അവൾ ഡെവലപ്പായി നിൽക്കുന്ന സിനാരിയോ കണ്ടതുകൊണ്ടാണ് എൻ്റെ ശത്രുത ഖൈസിനോടുണ്ടായിട്ടും അത് മറന്നുകൊണ്ട് അവൻ അവൾക്കെതിരെ ശബ്ദിക്കാൻ ഭയപ്പെടുന്നത് ഈ ഒരു വോയിസ് കൊണ്ടാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശബ്ദിക്കുകയാണെങ്കിൽ ശബ്ദിക്കട്ടെ എന്ന് പറഞ്ഞ് ആ വോയിസ് ഞാൻ പബ്ലിഷ് ചെയ്തത്. എനിക്കറിയാതെ അവൾക്ക് നന്നായിട്ട് കൊള്ളണം. നമ്മൾ ചേർന്ന് നിൽക്കുന്നത് നല്ലവരോടാണെങ്കിൽ നന്മ വരും. നമ്മൾ ചേർന്ന് നിൽക്കുന്ന ദുഷ്പ്രവർത്തികളും ദുഷ്ടത്തരവും മാത്രം ചെയ്യുന്നവരോടാണെങ്കിൽ നമുക്ക് ദോഷമേ വരുള്ളൂ. അതിന്റെ തെളിവാണ് അവൾ ചേർന്ന് നിൽക്കുന്നത് ആ 2 വാനര സംഘത്തിൻ്റെയോടാണ്. പൊറുക്കാൻ പറ്റുന്ന തെറ്റല്ല അത് ഷെഫീനാക്ക്. ഞാനത് എപ്പോഴും പറയുന്നു. ഹാണൊരുത്തൻ ചോദിക്കാൻ വരും, ഹാണൊരുത്തൻ. ഞാൻ പെണ്ണൊരുത്തി തനിച്ച പെണ്ണൊരുത്തി ചോദിക്കാൻ വരും. ഇത് പെണ്ണിടമാണ്, പെണ്ണിന് ശക്തിയുള്ളിടമാണ്, പെണ്ണിന് സംസാരിക്കാൻ അറിയാവുന്നവളാണ്, പെണ്ണിന് നിലപാടുള്ളതാണ്. പെണ്ണെന്താണെന്ന് മുറിക്കൂട്ടങ്ങൾ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ, കാണിച്ചിട്ടേ പോവുകയുള്ളൂ. നീ കണ്ടത് ഇതുപോലുള്ള കോവർ കഴുതകളായ അടിമകളാണ്. വിരലാട്ടത്തിൽ നിന്നു തുള്ളുന്ന അടിമകളെ നിങ്ങൾ കണ്ടിട്ടുള്ളൂ, സ്ത്രീ എന്താണെന്ന് കണ്ടിട്ടില്ല. അതിന് ഏറ്റവും നല്ല ഉദാഹരണമായടാ ചത്ത് തൊലഞ്ഞൂടെടാ നിനക്ക്. 18 വയസ്സ് പോലും തികയാത്തൊരു പാവം പെൺകുട്ടി സ്വന്തം ജീവിതം നഷ്ടപ്പെട്ട് നശിച്ച് നാരാങ്കല്ലായിട്ടും നിനക്കെതിരെ വാ തുറക്കാതെ അവൾ അത് സഹിച്ചനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് വേണ്ടി ഞാൻ നിലകൊണ്ടു എന്ന് മാത്രം നീ അങ്ങ് വിചാരിച്ചാൽ മതി. നിന്റെ ഒരു കൂത്താട്ടോ ഒരു പേക്കൂത്താട്ടോ നടക്കത്തില്ല. ആ പെൺകുട്ടിയെ റീച്ച് ആകാതിരിക്കാനും അവളെ ആക്രമിക്കുന്ന ഒരു ടേമുണ്ടല്ലോ. ഒറ്റ കാര്യത്തിനാണ് ഇവൻ ചെയ്ത വീഡിയോയുടെ ജെന്യുവിനിറ്റി നഷ്ടപ്പെട്ടു പോകരുത്. ഇവന്റെ വീഡിയോയ്ക്ക് ജെന്യുവിനിറ്റി കിട്ടാൻ വേണ്ടി ഇവൻ പൊതുസമൂഹത്തിൽ പെൺകുട്ടികളെ എടുത്തിട്ടങ്ങ് തൊലയ്ക്കുകയാണ്. കാസർകോട്ടെ വിഷയം ഞാൻ എടുത്തു. എനിക്കത് മനസ്സിലായത് ആ പെൺകുട്ടിയെ അത്രത്തോളം അപമാനിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തത് കൊണ്ടാണ് ആ പെൺകുട്ടി അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. അവൾ ആർക്കൊപ്പം പോയില്ല. സംഘിക്കൊപ്പം ഇറങ്ങിപ്പോയ ഒരു സ്ത്രീ എന്ന് പറഞ്ഞ് ഒരു കുട്ടിയുടെ അമ്മയെ അതിഭീകരമായി ആക്രമിക്കുകയാണ് കണ്ടത്. അവൻ കല്യാണം കഴിച്ചു, അവൾ പോയി 10ന്റെ അവൾ ഇറങ്ങി 10ാം ദിവസം അവനൊരു പെണ്ണ് കിട്ടുന്നുണ്ടെങ്കിൽ അവന്റെ ഒപ്പം അവൾ ഇത്രയും കാലം ജീവിച്ചത് വേസ്റ്റ് ആണെന്ന് അതിൽ പരം ഒരു എക്സ്പ്ലനേഷനോട് കൂടി ഞാൻ പറയണോ? കൃത്യമല്ലേ അത്? അതിനെയും വളച്ചൊടിച്ചു കാപ്പിപ്പൊടി. എന്തുകൊണ്ട് വളച്ചൊടിച്ചു? ക്യാഷ്, പൈസ കൊടുത്താൽ അവൻ ഉമ്മാക്ക് തുണിയില്ലാതെ നിന്നു എന്ന് വേണോലും പറയും. അത്ര വൾഗറായ ഒരു വെറും 3rd ക്ലാസ് ക്രിമിനലാണത്. അവന്റെ ഒപ്പം നിന്നാൽ മില്യൻ അടിക്കാൻ സഹായിക്കാമെന്ന് പറഞ്ഞപ്പോ ഉമ്മാമ്മ പോയി അങ്ങ് ഒറ്റ നിന്നു. എന്നിട്ട് ഉമ്മാമ എന്താ ചെയ്തേന്നറിയില്ലേ? ഈ പെൺകുട്ടികൾക്കിടയിൽ എല്ലാം തന്നെ കുത്തിത്തെരിപ്പുണ്ടാക്കി, അലശണ്ടയും പ്രശ്നവും ഉണ്ടാക്കി. മനസാക്ഷി കുത്തുമ്പോഴൊക്കെ അസ്ലം പുസ്ലം ഇവരോട് കാര്യം പറയും. മനസാക്ഷി അതിതീവ്രമായി കുത്തുമ്പോൾ അവളുടെ ഉള്ളിലുള്ള ആ ഒരു സാധനം ഇവരുടെ കയ്യിൽ കൊടുക്കും. അത് പിന്നെ റെക്ടിഫൈ ചെയ്യാൻ താടക ഓടി വരും, ഇവളെ പിടിച്ചു നിർത്തി ആട്ടും. ഞാനിപ്പോഴും അസ്ലയോട് പറയുന്ന അത്രേ ഉള്ളൂ, ഞാനത് പുറത്തു പറയില്ല, നീ അത് പറയണം, നിന്റെ നാക്കിൽ നിന്ന് പറയണം. നീ ആരെയാണ് ഭയക്കുന്നതെന്നാ നീ അത് പറയണം. ഞാൻ പറയത്തില്ല. എനിക്ക് നിന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ പറയില്ല. ആര് ചോദിച്ചാലും ഞാൻ പറയില്ല. നീ തന്നെ അത് പറയണം. നീ അത് പറയുന്നിടത്ത് നീ റിലീസായി. നിന്റെ സർവ്വ പ്രശ്നവും അവിടെ തീരുകയാണ്. ഒന്നും സംഭവിക്കില്ല. ഇതിൽ കൂടുതലൊന്നും ഇനി വരാനുമില്ല. അത് കൃത്യമായി അങ്ങ് അവതരിപ്പിച്ചാൽ ആ പ്രശ്നത്തോടെ നീ കള്ളിയാക്കപ്പെട്ട് ഒറ്റപ്പെടുത്തപ്പെട്ട് ഇതുപോലെ ആക്രമിക്കപ്പെട്ട് മാറി നിൽക്കേണ്ട ഒരു ഗതികേട് നിനക്ക് വരില്ല എന്ന് മാത്രം ഞാൻ പറയുന്നു. എന്നോട് ആരും ആവശ്യപ്പെടുകയോ എനിക്കാരും ഇത് കൊണ്ട് തരികയോ ഒന്നും ഉണ്ടായിട്ടല്ല. ഈ വിഷയത്തിൽ ഇതുപോലുള്ള 2 നീച ജന്മങ്ങൾ ഇറങ്ങി നിൽക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ ഇതിനകത്ത് ഇടപെട്ടത്. പൈങ്കിളി എൻ്റെ പരിപാടിയല്ല, താല്പര്യമേ ഇല്ലാത്തൊരു സെക്ഷനാണ്. ഞാൻ എൻ്റെ പൊളിറ്റിക്കൽ വ്യൂ ഒക്കെ മാറ്റി വെച്ച് എൻ്റെ എല്ലാ പൊളിറ്റിക്കൽ സംഗതികളും ഒതുക്കി വെച്ചിട്ട് ഞാൻ ഇതിനു വേണ്ടി നിന്നതന്നെ. എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഞാൻ എങ്ങനെ ടാർഗറ്റ് ചെയ്യപ്പെട്ടു എന്ന് ഞാൻ നിങ്ങളോട് ഇന്നലെയും മെനഞ്ഞാന്നുമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. മല്ലു ട്രാവലറിന്റെ വൈഫിനെ ഞാൻ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നിടത്ത് ഞാൻ ഇവരുടെ കണ്ണിലെ കരടായി.
ഞാൻ ഒരു പാഴ്വസ്തുവാണ്, അല്ലെങ്കിൽ ഞാൻ എന്തോ 1400 വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു മഹാനെ പറ്റി മോശം പറഞ്ഞു എന്നൊക്കെ ഇവൻ പറയുമ്പോൾ അത് ഇന്നലെ മാത്രമാണോ ഇവൻ കണ്ടത്? അല്ല എന്ന് ഇന്നലെ തന്നെ അവൻ പറയുന്നുണ്ട്. അതിനു മുമ്പ് എത്രയോ മുമ്പ് 1.5 വർഷത്തോളമായി ഞാൻ ഇത് പറഞ്ഞിട്ട്. ഈ 1.5 വർഷത്തിൽ അവൻ എന്നെ കണ്ടിട്ടില്ല, അവൻ എന്നെ ടച്ച് പോലും ചെയ്തിട്ടില്ല. കാരണം അവന് നന്നായിട്ട് അറിയാം ഇത് തീക്കട്ടയാണ്, ഇതിനകത്ത് കയറിയാൽ ഞാൻ വെന്തു പോകുമെന്ന് അവന് വൃത്തിയായിട്ട് അറിയാവുന്നതുകൊണ്ട് വിട്ടുവെച്ചു. ഒരു മതവിഭാഗത്തിനെ മൊത്തം പ്രശ്നമുണ്ടാക്കുന്ന രീതിയിൽ ഒരു വിഷയം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ എന്തുകൊണ്ട് അന്ന് റിയാക്ട് ചെയ്തില്ല? ഇവൻ ഓരോരോ ഗുണ്ടകളെ വെച്ച് എന്നെ വെറുവിളിക്കുകയാണ്. ഗുണ്ടകൾ പോയിട്ട് ജെനുവിനായി വോയിസ് ഉള്ളവരെ പോലും പോയി നിന്നുകൊണ്ട് അവരെയും കൂടെ സപ്പോർട്ടിന് വിളിക്കുകയാണ്. കാരണം എന്താണെന്നറിയില്ലേ? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ ഭീകരമുഖം ഇവർക്കുണ്ട്. ഇവർക്കുള്ളത് ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ആണ്, നല്ല പൈസയുള്ളവരാണ്. ഇതില്ല, കിഡ്നി ഇല്ല. പകരം ഈ പറയുന്ന ഹവാല, ഗോൾഡ് ഇതുപോലുള്ള ഇല്ലീഗൽ ട്രാൻസാക്ഷനിൽ കൂടെ നല്ല ഫിനാൻഷ്യലി സ്ട്രെങ്ത് ആയി നിൽക്കുന്ന ഇവർക്ക് നന്നായി സംസാരിക്കാൻ അറിയാവുന്നവർ കൂടെ ഇല്ലേ ഇല്ല. അല്പം എഡ്യൂക്കേറ്റഡ് ആണെങ്കിൽ ഇവരിൽ നിന്ന് മാറി നിൽക്കുന്ന മനുഷ്യരാണ് ഇവർക്കിടയിലുള്ളത്. സോ ഓൾ ഇൻ ടോട്ടൽ ഇത്ര വിഷയമേ ഉള്ളൂ. ഇവർക്ക് സംസാരിക്കുന്ന പെണ്ണുങ്ങളെ ഭയമാണ്. പെണ്ണുങ്ങളെ പൊതുവിൽ ഇവർക്ക് ഭയമാണ്. അവരെ ഏത് രീതിയിലും ഒതുക്കുക, അടക്കുക എന്നതിനപ്പുറം അവർക്ക് മറ്റൊരിതില്ല. ഇവരുടെ കംപ്ലീറ്റ് തോട്ട് എഗൻസ്റ്റ് ലേഡീസ് എന്ന് പറയുന്ന ഒരൊറ്റ കാര്യത്തിനാണ്. എന്തിനാണെന്നറിയാമോ? ആ ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് വളരെ വൾഗറായി എത്ര തന്നെ സ്ട്രെങ്തനായി നിൽക്കുന്ന പെണ്ണിനെയും ഇടിച്ചു താഴ്ത്തി, ഇകഴ്ത്തി താഴ്ത്തി പറഞ്ഞ് അവളെ ഒതുക്കാൻ ശ്രമിക്കുന്നത്. അത് ഇവിടെ ഏൽക്കില്ല. സ്പെഷ്യലായി എൻ്റെ അടുത്തത് ഏൽക്കില്ല. അത് അവർക്ക് ഇപ്പം മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഈ താടകയെ വെച്ചുകൊണ്ട് കുറെ സെന്റിമെന്റൽ അപ്രോച്ച് നടത്തിയിരുന്നു. എനിക്കൊരു പക്ഷേ എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, അല്ലെങ്കിൽ എനിക്ക് കുറെ അമ്മമാർ, കുറെ ചേച്ചിമാരും, അല്ലെങ്കിൽ എൻ്റെ പ്രായത്തിലുള്ള കുറെ പേരും ഒക്കെ എനിക്ക് കുറേയധികം മെസ്സേജ് ഇടുന്നവരുണ്ട്. ഞാൻ വല്ലാതെ ആഗ്രഹിച്ചിരുന്നു ഞാൻ ചെയ്ത മിസ്റ്റേക്ക് ആണെന്ന് ഒരാളെങ്കിലും പറയട്ടെ. ഒരു മനുഷ്യരും എന്നെ എന്തിനിത് പറഞ്ഞു എന്ന് പോലും ക്വസ്റ്റ്യൻ ചെയ്തില്ല. ബി സ്ട്രോങ് എന്നാ പറഞ്ഞത്. അപ്പൊ അവർക്ക് മനസ്സിലായി സംതിങ് എന്തോ ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് ഉറച്ചു നിൽക്കുന്നത്. ഞാൻ ഇപ്പോഴും അതിനകത്ത് ഉറച്ചു നിൽക്കുന്നു. ടാങ്കോ ആപ്പ് വൃത്തികെട്ടതാണോ അല്ലയോ എന്നുള്ളതൊന്നും എൻ്റെ വിഷയമല്ല. അവൾ 4 പേര് 40 പേരോടെ കിടക്കുന്നു എന്നുള്ളത് എൻ്റെ വിഷയമല്ല. സദാചാരവാദി അല്ല. എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ സദാചാരവാദം പറഞ്ഞിട്ടില്ല. ഞാൻ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് അതിനകത്ത് ഉണ്ട് എന്നും ആ വിഷയം കൊണ്ടാണ് ഇവർ തമ്മിൽ കുത്തിത്തിരിപ്പും അടിയും ഉണ്ട് എന്നും ഈ വിഷയം ഇവന്റെ കയ്യിൽ ഉള്ളത് കൊണ്ടാണ്, ഇവ പറഞ്ഞത് കൊണ്ടാണ് ഇവർക്ക് ഈ പ്രശ്നം ഉണ്ട് എന്നും പറയുമ്പോൾ അത് എന്നെയാണ്, എന്നെ തന്നെയാണ്, ഞാനാണ് എന്ന് വന്ന് സ്വയം കുറ്റമേറ്റത് ആരാണ്? കട്ടവന്റെ തലയിലെ പൂടെ ഉണ്ടാവുകയുള്ളൂ. കട്ടവന്റെ തലയിൽ പൂടെ ഉണ്ടാകും. അവനെപ്പറ്റി നമ്മൾ സൂചിപ്പിച്ചാൽ ഓടി അങ്ങോട്ട് വരും. അത്രേ ഇതിനകത്ത് ഉണ്ടായിട്ടുള്ളൂ. സ്വയം വന്ന് നാറി. ഞാൻ പറഞ്ഞു സിയാദ്, സിയാദ് അവനെ ഫോണ് വിളിച്ചിട്ട് ഡ്രാമ കാണിക്കുന്നുണ്ട്. അതിന്റെ ആവശ്യം എന്തായിരുന്നു? സിയാദിനെ വിട്ടുകളഞ്ഞത് ഒന്നുകൊണ്ടുമല്ല. എന്തിനാണെന്ന് അറിയാമോ? ഒരു മോതിരം വാങ്ങിക്കൊടുത്ത് ഫ്ലിപ്കാർട്ടിൽ കൂടെ ഡയമണ്ട് ആണെന്ന് തെറ്റിദ്ധരിപ്പിച്ചു ഇത്രേ. സത്യത്തിൽ ആ പയ്യൻ ഉക്കുരുട്ടി ചേർത്ത് വെച്ച് ഡയമണ്ട് വാങ്ങി കൊടുത്തതാ. അത് പറ്റിയില്ല. ഫിനാൻഷ്യലി സൗണ്ടായ മറ്റൊരുത്തന്റെ അടുത്തേക്ക് ഓടി അങ്ങോട്ട് കയറിപ്പോയി. എന്നിട്ട് അവനുമായി മ്യൂച്വലായിട്ട് പിരിഞ്ഞു പോലും. നമ്മൾ വിശ്വസിക്കണം അത്രേ, തീർച്ചയായിട്ടും വിശ്വസിക്കണം. അവനെ കളഞ്ഞു ഇവനെ കളഞ്ഞു മറ്റവൻ. എന്നിട്ട് സ്വന്തമായി തന്നെ ആ വീഡിയോസ് അല്ലെങ്കിൽ ഓഡിയോസ് കൊണ്ടുവന്ന് അങ്ങ് ഇടുകയാണ്. എന്നെപ്പറ്റി മൂന്നാമതുള്ള തേർഡ് പാർട്ടിയുടെ അമ്മ പറയുന്നത് ഇതാണ്. അപ്പോ ജെന്യുവിനായി എന്നാണോ? ആരാണ് ആരെ ഇകഴ്ത്തി? ഞാനാണോ? ആ വോയിസ് ഒക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആ വോയിസ് കംപ്ലീറ്റ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ ഇട്ടില്ല. ആരിട്ടു? അവൾ തന്നെ ഇട്ടു. ഇതിൽ ഞാൻ എവിടെയാണ് പ്രതി? ഇതിൽ ഞാൻ എവിടെയാണ് പ്രശ്നക്കാരി? ഞാൻ ഖൈസിന് വേണ്ടിയിട്ടാണ് ആ വീഡിയോ ചെയ്തത്. ഖൈസിന്റെ ആ വോയിസ് അത് വെച്ചിട്ടാണ് അവനെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത്. എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ്. ഇത് ഖൈസിന് വേണ്ടിയിട്ട് ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഖൈസിനെ പേടിപ്പിച്ച് ഖൈസിനെ ഒരു ഇതിൽ നിന്ന് ഡിലീറ്റ് ചെയ്തിട്ട് മാപ്പ് പറയുന്ന ഒരു വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം തോന്നി. കാരണം ആ ചെറുക്കനെ ആ രീതിയിൽ ആക്രമിക്കുന്ന കണ്ടപ്പോൾ സംതിങ് റോങ്. അതിന്റെ നിയമവശങ്ങളെല്ലാം പഠിച്ച് ഇതേ കാര്യം ജോൺസൺ ആൻഡ് ജോൺസൺ ടാൽക് പൗഡറിന്റെ ആ ഡീറ്റെയിൽസ് ഉൾപ്പെടെ വെച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടിരുന്നു. അത് ഖൈസ് കാണണമെന്നും എനിക്കുണ്ടായിരുന്നു, തിരിച്ച് റിയാക്ട് ചെയ്യണമെന്നും എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ വൈകി വേളയിലാണ് എനിക്ക് മനസ്സിലായത് അവൻ ഭയന്നാണ് ആ വീഡിയോ ഡിലീറ്റ് ചെയ്തത്. അത് അവൻ തന്നെ പറഞ്ഞില്ലേ, ക്രീം ഇഷ്യൂവിൽ ഞാൻ ഭയന്നാണ് പിൻവാങ്ങിയതെന്ന്. ഇവൾ ഭയപ്പെടുത്തിയിട്ട് JB ഭയന്നോ? ഈ പറയണ എല്ലാ യൂട്യൂബേഴ്സിനെയും കാപ്പിപ്പൊടി പോയി കണ്ടു, സ്പെഷ്യലി കണ്ടു, എന്നെ എടുത്ത് ചെയ്യാൻ പറഞ്ഞു. എന്തിനെന്നറിയാമോ? അസ്ലം പുസ്ലത്തിനെതിരെ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ എൻ്റെ വായി കൊണ്ട് പറയാൻ. അത് ഞാൻ ചെയ്യത്തില്ല, പ്രോമിസാണ്. അത് അവൾ തന്നെ പറയണം. അതിനുള്ള ധൈര്യം അവൾക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്തം. ഇപ്പോൾ ഒരു കുട്ടി വന്നില്ലേ,
ആ ധൈര്യം ആ കുട്ടിക്ക് കിട്ടിയില്ലേ? അതിനത് പറയണമെന്ന് തോന്നിയില്ലേ? ദയറയാം പെൺകുട്ടികൾക്ക് സധൈര്യം എന്ന് പറയാൻ പറ്റുന്ന ഒരു മീഡിയമാണിത്. നിങ്ങൾ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയുന്നിടത്താണ്. അല്ലാതെ എന്തിനും വഴങ്ങി എനിക്ക് കുറച്ച് പ്രൊമോഷനും വേണം, പറക്കാട്ടിൽ കിടക്കാൻ സ്ഥലം വേണം എന്ന രീതിയിൽ ഇവന്മാർക്ക് വഴങ്ങി കൊടുക്കുന്നതിന് വ്യക്തിത്വം എന്ന് പറയത്തില്ല. അഞ്ജിത നായർ കേസ് ഞാൻ പറയുമ്പോൾ പാഞ്ഞു വന്നു. അഞ്ജിതയെ പോലെയാണ് ഞാനെന്ന് പറയില്ലേ? അയ്യോ, ഞാൻ പറയില്ല. അഞ്ജിതയ്ക്ക് നിന്നെക്കാൾ വ്യക്തിത്വമുണ്ട്. അഞ്ജിത അത് തുറന്ന് സമ്മതിക്കുന്നുമുണ്ട്. കണ്ണുനീര് അവളുടെ കണ്ണിൽ നിന്ന് വീണതാണ് കണ്ണുനീര്. അവൾ പറയുന്നുണ്ട്, എൻ്റെ വീട്ടുകാർക്ക് വേണ്ടി ഞാനിത് ചെയ്തു. അതിലൊരു സത്യമുണ്ട്. നിനക്കെന്ത് സത്യം? നിന്നെ ഞാൻ തെറി വിളിച്ചു എന്ന് നീ കരയണതല്ലാതെ നിനക്ക് വേറെന്തെങ്കിലും സത്യമുണ്ടോ? ഇത് കണ്ട് രോമാഞ്ച കഞ്ചുക പുളകിതനായി രഹസ്യ എണ്ണൻ അതെടുത്ത് വെച്ച് ചെയ്യാണ്. എൻ്റെ ചെപ്പയടിച്ച് തിരിക്കുമത്രേ. അയ്യോടാ, ഞങ്ങളെ കൈ മാങ്ങാ പറിച്ചാൻ പോകും ഇവന് ചെപ്പയും കൊണ്ട് ഇങ്ങോട്ട് വരുമ്പം എന്നെടുത്തോണ്ട് കുരയ്ക്കുന്നത്. മുകുന്ദൻ തന്നില്ലേ? ഉണ്ണി മുകുന്ദൻ നിനക്ക് തിരിച്ച് തന്നില്ലേ? പിന്നെ നിനക്ക് എന്തോന്നിരിക്കുന്നു? നീ അതിനു വേണ്ടി എന്തോന്ന് അങ്ങ് അടങ്ങടാ. അതുപോലെ ദേ കിടന്നങ്ങ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. നിങ്ങൾ പോയി കാണുക. കാണുമ്പോൾ മനസ്സിലാവും വെകിളി പിടിച്ച് ഭ്രാന്ത് പിടിച്ച്. ഇത് ഏത് സിനാരിയോ ആണെന്നറിയാം മാച്ചപ്പ് ചെയ്യാൻ പറ്റിയത്? രജനീകാന്തിൻ്റെ ഒരു ഫിലിമുണ്ട് പടയപ്പ. പടയപ്പ. പടയപ്പയിൽ ഒരു സ്ത്രീയുണ്ട്. സ്ഥിരമായി മുറിക്കകത്ത് പൂട്ടിയിട്ട് ആ പടയപ്പയായ രജനീകാന്തിൻ്റെയും വൈഫിൻ്റെയും ഇതിൻ്റെ സൗന്ദര്യയുടെയും വിവാഹ ഇത് കാണുന്ന ഒരു സ്ത്രീ. രമ്യ കൃഷ്ണനാണ് അത് അഭിനയിച്ചിരിക്കുന്ന. പേരെനിക്ക് അറിയത്തില്ല, ആ പേരെനിക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടില്ല. പടയപ്പയിൽ അഭിനയിച്ചതാണ് രമ്യ കൃഷ്ണനാണ്. അവൾ ഭ്രാന്തമായി നിൽക്കുന്ന ഒരു അവസ്ഥയില്ലേ? സെയിം സിറ്റുവേഷൻ, സെയിം. അതാണ് ആള്. ഇവളതാണ്. ഒരാളെ തകർക്കാൻ പറ്റാത്ത, ഒരാൾക്കെതിരെ ഒന്നും ചെയ്യാൻ പറ്റാതെ നഷ്ടബോധത്തിന്റെ പാരമ്യതയിൽ ഒരു മനുഷ്യനുണ്ടാകുന്ന സൈക്കിക് ഡിസോർഡറാണ് നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ എന്നെ കുറേ കോഷ്ടികൾ കാണിച്ചിട്ട് ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. നീ നല്ലൊരു നടിയാണ്. നിനക്ക് ഈ ഒരു വീഡിയോ എപ്പോഴെങ്കിലും എടുത്തു വെച്ച് റിപ്പീറ്റ് ചെയ്ത് കാണുമ്പോൾ നിനക്ക് മനസ്സിലാകും നീ നല്ലൊരു നടിയാണ്, നിന്നൊരു നല്ല നടിയുണ്ട്. നീ ഈ പ്രൊമോഷനും ടാങ്കോ ആപ്പും ഒക്കെ വിട്ടിട്ട് സിനിമയിൽ ചാൻസ് നോക്ക്, ഡെവലപ്മെന്റ്സ് ഉണ്ടാകും. നിശ്ചയമായും നീ മുന്നേറി എങ്ങോ പോയി എത്തും. പകരം ഇവന്മാരുടെ വാലാട്ടിപ്പട്ടിയായി ഇവന്മാരുടേതും താങ്ങിക്കൊണ്ട് നടന്നാൽ നീ എങ്ങും എത്തത്തില്ല. പിന്നെ കമൻസിന്റെ കാര്യം ഇവള് പറയുന്നുണ്ട്. കമന്റ് കണ്ടില്ലേ അമ്മച്ചി, കമന്റ് കണ്ടില്ലേ തള്ളച്ചി. എടി, നീ കണ്ട പെണ്ണുങ്ങളല്ല ഇതെന്ന് നിനക്ക് ഇതുവരെ മനസ്സിലായില്ലേ? ഗാലറിക്ക് വേണ്ടി സംസാരിക്കില്ലടി. ലോകം മുഴുക്ക എതിർക്കുന്ന, ലോകം മുഴുക്ക അനുകൂലിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയെ ആ ഒരൊറ്റ കാരണം കൊണ്ട്, എനിക്ക് തോന്നിയ ഒരൊറ്റ റീസൺ കൊണ്ട് എതിർത്തവളാണ് ഞാൻ. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിമർശിക്കാൻ എനിക്ക് ആർജവമുണ്ടെങ്കിൽ അത് നിസ്സാരാന്നാ നീ കരുതിയേ? എൻ്റെ ബോധ്യമാണ് ഞാൻ അവിടെ പറഞ്ഞത്. ഗുജറാത്തിലെ കലാപത്തിൽ എൻ്റെ കുടുംബത്തിൽ അല്ലെങ്കിൽ എന്നെ പോലുള്ള സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടുകയും മരണപ്പെടുകയും ചെയ്യുമ്പോൾ അപമാനിക്കപ്പെട്ട സ്ത്രീകളെ പുറത്തേക്ക് വിട്ടതിന് എനിക്ക് എൻ്റെ പ്രധാനമന്ത്രിയെ വിമർശിക്കാം, തർക്കമേ ഇല്ല. അതേ ഞാൻ ചെയ്തുള്ളൂ. അപ്പം അത് ചെയ്യാനുള്ള ആർജവം ഉണ്ടാക്കിയ എനിക്ക് യൂട്യൂബർ എന്നല്ലടി പേര് തരേണ്ടത്, ഇൻഫ്ലുവൻസറുമാണ്. ഹലോ, ഈ കുരു ഞാൻ ഇവിടെ തെക്കട്ടെ, ഈ കുരു ഞാൻ ഇവിടെ തെക്കട്ടെ, ഈ കുരു ഇവിടെ തെക്കട്ടെ, ചുണ്ടിൽ ഞാൻ കുറച്ച് മുളക് വരുത്തേക്കട്ടെ. ഹലോ ഹലോ ഹലോ, എനിക്കെന്താണെന്ന് എനിക്കറിയത്തില്ല. ഉച്ചപ്പന്ത് നട്ടപ്പന്ത്, നട്ടപ്പന്ത് ഉത്തപ്പന്ത് എന്ന് പറഞ്ഞ് നടക്കുന്ന നിനക്ക് കിട്ടിയ വ്യൂവും എൻ്റെ വ്യൂവും കോടിക്ക് തുല്യമാണ്. എനിക്ക് 1K വ്യൂവേ ഉള്ളൂ. എനിക്ക് ആ 1K വ്യൂവിൽ നിന്ന് കിട്ടുന്ന വരുമാനം സുഭിക്ഷമാണ്, സ്വസ്ഥമാണ്, സന്തോഷമാണ്. നിനക്ക് 1 മില്യൺ കിട്ടുമ്പോൾ എൻ്റെ ആ 1Kക്ക് 1 മില്യനേക്കാൾ വാല്യൂ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവളാണ് ഞാൻ. നിനക്ക് കണ്ടിട്ട് മനസ്സിലായില്ലല്ലേ? 1K അടിച്ചപ്പോൾ, അതായത് 100K അടിച്ചപ്പോൾ ഞാൻ ചെയ്ത ആദ്യത്തെ കാര്യം ഇതാണ്. ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ എന്നെ ഇഷ്ടപ്പെട്ട് എൻ്റെ ഒപ്പം വന്ന് നിന്നവർ ഇറങ്ങിപ്പോകുമായിരുന്നു. ഒരാൾ പോലും അത് ചെയ്തിട്ടില്ല എങ്കിൽ, ഇൻക്രീസേ നടന്നിട്ടുള്ളൂ എങ്കിൽ എനിക്കൊരു നീതിയുണ്ടെന്നും എൻ്റെ നീതിക്കൊപ്പം നിൽക്കണമെന്നും പെണ്ണുങ്ങൾ വിചാരിച്ചെടുത്തവിടെ ഇല്ലേ? തനൂജ വിഷയത്തിൽ തൊട്ടപ്പോൾ നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് അവളെ ബ്രെയിൻ വാഷ് ചെയ്ത് എനിക്കെതിരെ കൊണ്ടുവന്ന് നിർത്തി. എനിക്കിപ്പം മനസ്സിലായി അത് ആരാ ചെയ്തെന്ന്. കാപ്പിപ്പൊടിയാ. കാപ്പിപ്പൊടി ഈ അൽഫല കുട്ടിയോട് കാണിച്ച അതേ സ്ട്രാറ്റജിയാണ് തനൂജയോടും കാണിച്ചത്. ഞാൻ റീച്ച് ആകാൻ പാടില്ല, ഞാൻ മറ്റുള്ളവരുമായി അടുത്തിടപഴകാൻ പാടില്ല, ഞാൻ സോഷ്യലായിട്ട് ഇറങ്ങാൻ പാടില്ല, സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി ഒരു വിഷയത്തിലേക്ക് ഞാൻ ടച്ച് ചെയ്യരുത്, ഞാൻ ഒരു വൃത്തികെട്ട സ്ത്രീയായി, തെറിവിളിക്കാരിയായി ലേബലൈസ് ചെയ്യപ്പെടുന്ന ഭയങ്കര സിനാരിയോണ് കഴിഞ്ഞ മാസം ഞാൻ പുഴുക്ക കണ്ടത്.
ഫുള്ളി ഞാൻ തെറി വിളിക്കുന്ന ഒരു സ്ത്രീയായിട്ട് ലേബലൈസ് ചെയ്തു. അവൻ കൊണ്ടുവന്ന് പ്ലേ ചെയ്ത വിഷയം പോലും അവനെ വിളിച്ച ചീത്തയല്ല. എൻ്റെ ഗ്രൂപ്പിൽ അത് ഇപ്പോഴും ഉണ്ട്. ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാം. ഫേസ്ബുക്ക് പേജിൽ ഞാൻ അതിൻ്റെ ഇതിട്ടിട്ടുണ്ട്. ജോയിൻ ചെയ്താൽ കാണാവുന്നതേ ഉള്ളൂ. അതിനകത്ത് വൃത്തിയായിട്ട് വന്ന ഒരു നല്ല മുറിക്കൂട്ടത്തിന് പച്ചയ്ക്ക് കൊടുത്തതാണ് ഞാൻ. എന്നെ വിളിച്ച തെറിക്ക് ഞാൻ മറുപടി കൊടുത്തിരുന്നു. എനിക്ക് ആരുടെ സർട്ടിഫിക്കറ്റും ഇമേജിൻ്റെ ഇതും ഒന്നും പിൻബലം ഒന്നും വേണ്ട. അപ്പം അത് ഞാൻ ചെയ്തത് തന്നെയാണ്. എന്തായാലും ഡിങ്കോ കുറെ കൂടെ പറയുന്നുണ്ട്, കുറച്ചുകൂടെ കേട്ടിട്ട് പോവാം. എന്ത് ചെയ്യാൻ പറ്റും? എന്നിട്ട് നിങ്ങൾ കുറെ വിച്ച് എന്റെ കയ്യിലല്ലോ. എനിക്ക് നിങ്ങളോടാണ് പറഞ്ഞത്, നിങ്ങൾക്ക് ഈ വിച്ച് ഈ മഹത്തായ കുട്ടിയുടെ വീഡിയോ നിങ്ങൾക്ക് പറ്റും, നിങ്ങൾ മൈൻഡ് ചെയ്യാതിരിക്കാം. അപ്പൊ അതാണ്. പിന്നെ തന്നെ വേറെ കൂടെ മാഡം എന്തെങ്കിലും മാഡം എന്ന് വിളിക്കണം. പിന്നെ ഇങ്ങനെ കോൺടാക്ട് നിങ്ങൾ നോട്ടും, നിങ്ങൾ നോട്ടും, നിങ്ങൾക്ക് അതിൽ പറ്റും. നിങ്ങൾക്ക് ഈ വിളിക്കാം, ഭാര്യ വരുന്ന എന്ത് ഡാറ്റ്ലെസ് വർത്താനം വരുന്ന പറയാം, എന്നെ എനിക്ക് പറ്റും. അതല്ല നിങ്ങളെ കൊണ്ടൊന്നും പറ്റില്ല. നിങ്ങളെ കൊണ്ട് ഒന്നും പറ്റില്ല. ഓടി പറയുന്നത് നിങ്ങൾ സൈബർ വിളിച്ചെടുത്ത് അതെ കേട്ടോ. ഒന്നും കിടയാതെ ഒന്നും കിടയാതെ വെറും വട്ടപൂജ്യം. പക്ഷെ നീ 2 ദിവസം കൊണ്ട് മുറിക്കകത്ത് കയറിയിരിക്കുന്ന ഞാൻ കാരണമല്ലേ? അത്രയും പറ്റിയില്ലേ? അത്രയും മതി. പിന്നെ നീ തന്നെ ഇടയ്ക്ക് പറയത്തില്ലേ, എന്നെ വാപ്പ ചൂലും കൊണ്ട് ഓടിച്ചു, എന്നെ വാപ്പ കാലി തൂക്കി തറയടിച്ചു, എന്നെ വാപ്പ അങ്ങോട്ടടിച്ചു, എന്നെ വാപ്പ ഇങ്ങോട്ടടിച്ചു, എന്നെ ഓടിച്ചു, എന്നെ അടിച്ചു, എന്നെ പിടിച്ചു. അവനാണ് എനിക്ക് വേണ്ടിയിട്ട് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ സപ്പോർട്ട് ഉണ്ടെന്ന് നിനക്ക് മനസ്സിലാവുന്നില്ലേ? അവൻ്റെ സപ്പോർട്ട് അവിടെ ഉള്ളത് കൊണ്ടല്ലേ ഞാൻ നിലനിൽക്കുന്നത്. അവിടെ നിനക്ക് മനസ്സിലാവുന്നില്ല. വീട്ടിൽ ആണുങ്ങൾ ഉണ്ടെങ്കിൽ, അവർ ഒരു സ്ത്രീയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സ്ത്രീക്ക് അതിനുള്ള യോഗ്യത ഉണ്ടെന്നല്ലേ അർത്ഥം. നിന്റെ തന്ത ഇതുപോലെയൊക്കെ പറഞ്ഞിട്ടും അടിച്ചിട്ടും പിടിച്ചിട്ടും തലയിൽ നിന്ന് തട്ടം മൂരി സുഹൃത്തായ പോലെ പ്രതിഷേധിച്ചവളല്ലേ നീ എന്തിനാ പ്രതിഷേധിച്ചേ? ഇത്രയും ആഭാസതരമായ ഒരു കാര്യം നിന്റെ മതബോധത്തിലുള്ള മത തീവ്രവാദികൾ ഇരുന്ന് പറയുമ്പോൾ അതിനെതിരെ പ്രതിഷേധിച്ച ഒരു സ്ത്രീയുണ്ട്, സുഹൃത്ത. അവരായിരുന്നോ നീ? തട്ടം അവരങ്ങനെയാണ് ഉപേക്ഷിച്ചത്. നീ അതിനാണോ തട്ടം ഉപേക്ഷിച്ചത്? അല്ല. അറുമാദിക്കാൻ അല്ലേ? അറുമാദിക്കണം. PWD മോളെ, ആ അറുമാദത്തിനെയാണ് ഞങ്ങൾ പറയണത് അമരാവതി എന്ന്. അമരാവതിയിലേക്ക് നിന്നെ ഞാൻ കയറ്റിവിടും എന്ന് ഞാൻ പറഞ്ഞില്ലേ? അതാണ്. ഇഷ്ടം പോലെ ജീവിക്കാനുള്ള സൊല്യൂഷൻ ഈ നാട്ടിലുണ്ട്. ഇത് സദാചാരവാദമൊന്നുമില്ല കൊച്ചെ. എനിക്കൊരു സദാചാരവാദവുമില്ല. നീ എൻ്റെ ശത്രുവുമല്ല. എനിക്ക് നിന്നോടുള്ള ഒരേ ഒരു വെറുപ്പ് നിനക്ക് വ്യക്തമായിട്ടറിയാം. ഈ പറയുന്ന ഗോവിന്ദചാമിയും ഈ കാപ്പിപ്പൊടിയും സ്ത്രീ വിരുദ്ധരാണ്. സ്ത്രീകൾക്ക് എഗൻസ്റ്റ് ആയിട്ട് വീഡിയോ ചെയ്യുന്നവരാണ്. അവനെ നീ കുത്തിപ്പറയണ്ട, തള്ളിപ്പറയണ്ട, ഒന്നും വേണ്ട. അവനോട് ചേരാതിരിക്കാനുള്ള ധാർമ്മികത നിനക്കുണ്ടാവണം. ഷാലുവുമായിട്ട് എനിക്കൊരു പ്രോബ്ലവും ഇല്ല. ഈ ഗോവിന്ദചാമിയെ വെളുപ്പിച്ച ഒരൊറ്റ കാരണമാണ് ഷാലു എൻ്റെ കണ്ണിൽ കരടായതും ശത്രുവായി നിൽക്കുന്നതും. അത്തരം സ്ത്രീകളെ ഞാൻ അടുപ്പിക്കത്തില്ല. പണത്തിന് വേണ്ടിയിട്ട് എന്ത് കോംപ്രമൈസും ചെയ്യുന്ന സ്ത്രീകളെ എൻ്റെ ഒപ്പം ചേർത്ത് നിർത്തില്ലെന്ന് മാത്രമല്ല, അവർക്ക് വേണ്ടി ഒരു പദം പോലും എൻ്റെ നാക്കിൽ നിന്ന് വരത്തില്ല. സമ്മതിക്കില്ല ഞാൻ. അതുകൊണ്ടാണ് എനിക്കത് പറയേണ്ടി വന്നത്. ഇപ്പോൾ കാര്യങ്ങളുടെ ഒരു വ്യക്തത അൽഫല വന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇവർ തമ്മിൽ കുത്തിത്തിരിപ്പുണ്ടാക്കിയത് ഇവളാണ്. എന്തിനു കുത്തിത്തിരിപ്പുണ്ടാക്കിയെന്ന് അസൂയ കൊണ്ടല്ല, മറ്റൊന്നും കൊണ്ടല്ല. കാപ്പിപ്പൊടിക്ക് വേണ്ടിയിട്ടാണ്. കാപ്പിപ്പൊടിക്ക് വേണ്ടിയിട്ട് ഈ പ്ലേ കളിച്ച ഇവൾ പെട്ടു. മറ്റേ പെൺകുട്ടി മനസാക്ഷി കുത്തത്തായപ്പോൾ മറ്റവളോട് പറഞ്ഞു. ഇത് അവൾ അറിഞ്ഞ് ഇത് കൂടുതൽ വൈറലായി. വീണ്ടും ഞാൻ നാറുമെന്നൊരിത് വന്നപ്പോൾ നമ്മുടെ പടയപ്പയിലെ സൈക്കോ എന്ത് ചെയ്തു? ഇവരെ രണ്ടുപേരെയും തെറ്റിക്കാൻ പുതിയൊരു പ്ലാനും കൊണ്ട് ഇറക്കി. അപ്പുറം പറയുക ഇപ്പുറം പറയുക, കൂട്ടിയടി നോണ. അതിന് ഒരു തരം വിജിംബ്രജിച്ച ക്യാരക്ടർ ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എവിടെ പോയി പറയും, ഇടയ്ക്കിടയ്ക്ക് അപ്പുറത്ത് പറയും, ഇടയ്ക്കിടയ്ക്ക് എവിടെ പറയും. ആ കുട്ടി മാത്രമല്ല അത് ചെയ്തിട്ടുള്ളത്. ഒരു ചാനലിലേക്ക് പ്രൈവറ്റ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഈ പെൺകുട്ടി, ഏതോ ഒരു പ്രോഗ്രാമിന് പങ്കെടുക്കാൻ പോയി. അവിടേക്ക് ആ കുട്ടിയെ കൊണ്ടുവരരുതെന്ന് പറഞ്ഞുകൊണ്ട് നൂറ് ഷെരീഫ്, ആ പെൺകുട്ടിയാണ് അതിനകത്തെന്ന് എനിക്ക് കറക്റ്റ് ആ പേരുകൾ അറിയത്തില്ല, ഒരാള്, അവരുടെ ക്രൂവിലുള്ള ഒരാള് ആ പറയുന്ന പ്രസ്തുത മെസ്സേജ് ജാസ്മിൻ അയച്ചു കൊടുക്കുകയാണ്. ആരാണ് ജാസ്മിൻ? ആരാണ് അൽഫലയുടെ കാര്യം തീരുമാനിക്കാൻ ജാസ്മിൻ? ആരാണ് നൂറിൻ ഷെരീഫ്? ഒരാൾക്ക് പ്രൈവറ്റ് അയച്ച മെസ്സേജ് എന്തിന് പബ്ലിഷ് ചെയ്തു എന്ന ചോദ്യം നിങ്ങൾ അസ്ലാം ആലിയോട് ചോദിക്കുമ്പോൾ ജാസ്മിനോടും ആ ചോദ്യം ചോദിക്കണം. അവരയച്ചു കൊടുത്ത ആ പ്രൈവറ്റ് മെസ്സേജ് എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് അവൾ കൈമാറി? അവൾ എന്തിന് ബാക്കിയുള്ളവരെ ത്രെട്ട് ചെയ്യണം? ഒരു കൊച്ചു കുട്ടിയുടെ ജീവിതം വെച്ചാണ് കളിക്കുന്നു എന്ന് പറയുന്നവരോട് എൻ്റെ ഒരു ചോദ്യമാണ്. ഈ കൊച്ചുകുട്ടി കാരണം എത്ര പെൺകുട്ടികളുടെ ജീവിതം പാഴാകുന്നു? ഈ പെൺകുട്ടിക്ക് ഒരു ലൈഫില്ലേ? അൽഫല എന്ന് പറയുന്ന കുട്ടിക്ക് ഒരു ലൈഫില്ലേ? അതിൻ്റെ പ്രായം എത്രയാണ്? അത് വിവാഹിതയാണോ? അത് വിവാഹിതയല്ലല്ലോ. അതിൻ്റെ ലൈഫ് കൊഞ്ഞാട്ടയായില്ലേ? ഈ പറയുന്ന അസ്ലാം ആളി എന്തെങ്കിലും ചെയ്താൽ ഞാനാണ് കുറ്റക്കാരി എന്ന് പറയുന്നവർക്ക് വ്യക്തമായി എന്തിനാണ്, ആരെയാണ് അസ്ല ഭയപ്പെടുന്നതെന്ന് കൃത്യമായി അതിനകത്തുണ്ട്. അവളും ഇവളും തമ്മിൽ തല്ലാണെങ്കിൽ ഇവർ വീണ്ടും എന്തിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, എന്തിന് സംസാരിക്കുന്നു എന്നുള്ള അൽഫലയുടെ ചോദ്യം തന്നെ ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുന്നു.
പരസ്പരം ശത്രുക്കളായി അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിഞ്ഞുകൊണ്ടിരിക്കുന്ന രണ്ട് സൗഹൃദങ്ങൾ എന്തിന് തമ്മിൽ തമ്മിൽ സംസാരിക്കുന്നു? നമ്മൾ എന്താ വിചാരിച്ചേ? ഞാൻ എന്താ നിങ്ങളോട് പറഞ്ഞേ? അതൊരു സ്ട്രാറ്റജിയാണ്, വ്യൂ കിട്ടാൻ, കൂടുതൽ റീച്ച് കിട്ടാൻ. ഒന്നുമല്ല, രണ്ടുപേരും പരസ്പരം ത്രെട്ട് ചെയ്യുകയാണ്. ഇവളുടെ കയ്യിൽ അവളുടെ സ്റ്റോറിയും അവളുടെ കയ്യിൽ ഇവളുടെ സ്റ്റോറിയും ഉണ്ട്. ഇതിൽ ഒരു സ്റ്റോറി നിങ്ങൾക്ക് കിട്ടി, അടുത്ത സ്റ്റോറി അവൾ തന്നെ വന്ന് പറയും. നിർബന്ധിച്ചാൽ ഞാനും പറയും, പക്ഷെ പറയില്ല എന്ന് ഞാൻ എൻ്റെ മോന് വാക്ക് കൊടുത്തത് കൊണ്ട് മാത്രം, എൻ്റെ മകൻ അത് സ്ട്രോങ് ആയിട്ട് മമ്മി അത് ചെയ്യണമെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ പറയുന്നില്ല. എൻ്റെ മകൻ ഷാരൂഖ് ഖാൻ, എൻ്റെ മകൻ ഷാരൂഖ് ഖാൻ എന്ന് പറഞ്ഞിട്ട് എനിക്ക് വേണ്ട എന്നും ഞാനൊരു കിണറാണെന്ന് പറയണ പഞ്ചായത്ത് കിണറേ, എൻ്റെ മകനെ ഞാൻ അങ്ങ് കൊന്നു കളഞ്ഞാലും നിന്നെ പോലെ ജന്തുവിനൊപ്പം വിടത്തില്ല. 2 കല്യാണം ഫ്ലോപ്പായ ഒരു സ്ത്രീ വന്നാലും ഞാൻ എൻ്റെ മകന് വേണ്ടി സന്തോഷത്തോടു കൂടി സ്വീകരിക്കും. സദാചാരവാദമല്ലടി അത്. കൃമികീടം മനസ്സിലുള്ളിലുള്ള അത്രയും വൃത്തികെട്ട ഒരു ജന്തുവിന് പ്രൊപ്പോസൽ പോയിട്ട് ഒരു രീതിയിലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു വൃത്തികെട്ട സാധനമാണത്. നീ ചോദിച്ചില്ലേ ഈ ഇട്ട ഓഡിയോസിൽ എന്താ പ്രശ്നമൊന്നും? ഇട്ട ഓഡിയോസിലുണ്ട്, ഞാൻ വ്യക്തമായി പറയുന്നത് ഞാനത് തമാശ പറഞ്ഞതാണ്. ഞാൻ അത് തമാശയാണ് പറഞ്ഞതെന്ന് വ്യക്തമായിട്ടുണ്ട്. അതിൻ്റെ മേളിൽ കയറി മേൽപ്പാലത്തിൽ കയറി എൻ്റെ മകൻ ഷാരൂഖ് ഖാൻ എന്ന് പറഞ്ഞ് കളിയാക്കുമ്പോൾ നിനക്ക് മറന്നുപോയോ നിന്റെ പഴയ പിച്ചിപ്പൂ ഫോട്ടോകൾ? നീ കരിവാട് പോലെ ഇരുന്ന ഒരു സാധനമല്ലേ നീ. ഈ വാണ്ടാത്ത ക്രീമൊക്കെ വാരി തേച്ചിട്ടില്ല നീ ഇങ്ങോട്ട് വന്ന. അവൻ്റെ കളർ വെച്ച് നീ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുമ്പോൾ നീ എന്താണെന്ന് നീ ഒന്ന് തിരിഞ്ഞും ചിന്തിക്കണ്ടേ? നീ ഈ കാണിച്ചു കൂട്ടുന്നതും ഫിൽറ്റർ ഇട്ട് ഈ കാട്ടി കൂട്ടുന്നതും ഒക്കെ വെച്ചിട്ട് നിന്നെ ആളുകൾ തൂക്കി തലയെ വെക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കണം? പിന്നെ നീ കമൻറ്റിൻ്റെ കാര്യം ചോദിച്ചു. കമൻറ്റ് കാണുന്നില്ലേ തള്ളേ? കമൻറ്റ് കാണുന്നില്ലേ തള്ളേ? ഓ, കമൻറ്റൊക്കെ ഞാൻ കാണുന്നുണ്ട്. നീ പറഞ്ഞു വിട്ട വെട്ടുക്കിളി കൂട്ടം എന്നെ ആക്രമിക്കാൻ വന്ന് കമൻറ്റ് ഇടുന്നത് ഞാൻ കാണുന്നുണ്ട്, ഞാൻ വായിക്കുന്നുമുണ്ട്, സന്തോഷത്തോടു കൂടി വായിക്കുന്നുണ്ട്. ഞാൻ മാത്രമല്ല, എൻ്റെ ഒപ്പം ചേർന്ന് നിൽക്കുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സും അത് വായിക്കുന്നുണ്ട്. അതിനകത്തുണ്ട് നിങ്ങൾ എന്താണെന്ന്, നിങ്ങളുടെ ടീം എന്താണെന്ന് കൃത്യമായി ആ കമൻറ്റ് വായിച്ചാൽ മനസ്സിലാകും ആരാണ് നിങ്ങളെന്ന്. എൻ്റെ ഭാഗത്തു നിന്നുള്ള കമൻറ്റ് 1-2 ഉള്ളൂ. അതിനകത്ത് ഞാൻ ലവ് കൊടുത്തിട്ടുണ്ട്, ഞാനത് കണ്ടിട്ടുണ്ടെന്നൊരു ഇത് കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയാൽ എൻ്റെ ക്വാളിറ്റിയും കാണാം, എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ക്വാളിറ്റിയും കാണാം. എന്തും വായി വരുന്ന വിളിച്ച് പറയുന്ന ഒരു പിഞ്ചു കൊച്ചിനെ, ഒരു വയസ്സാണ്, 10 വയസ്സ് അറിയാം കേട്ടോ, 10 വയസ്സ് വരുന്ന കൊച്ചിനെ പറയുന്ന ഓഡിയോ റെക്കോർഡ് ഇത്രയും കേട്ടോ. ഞാൻ എന്റെ പൊന്നെ, നിങ്ങളുടെ മനസ്സിൽ ഒരു സ്ത്രീയെ ഇത്രയും ദൃഢമാണോ നിങ്ങളുടെ മനസ്സിൽ? എനിക്ക് എങ്ങനെ പറ്റുന്നു? അത് എടുക്കൂല. ആ കൊച്ചിനെ പറ്റി പറഞ്ഞത് കണക്കായിപ്പോയി. ആ കൊച്ചിനെ മാത്രമല്ലടി, ഇവിടുത്തെ രാജ്യത്തെ സൈനികൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സൈന്യക്കാരൻ ഞങ്ങളുടെ കൂടെ കയറി, ഒരു സംഘി ഞങ്ങളുടെ ഗ്രൂപ്പിൽ കയറി, അവനെയും തെറി വിളിച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് തെറി വിളിച്ചാൽ അങ്ങോട്ട് കൊടുക്കും. അത് ഇപ്പോഴാണ് എനിക്കത് ഓർമ്മ വന്നത്. ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് അവൻ്റെ ഭാര്യയെയും അവൻ്റെ കുട്ടിയുടെയൊക്കെ ഫോട്ടോ വെച്ചുകൊണ്ട് ഒരുത്തൻ കയറി വന്നിട്ട് പച്ച അവരാതെ ഞങ്ങളെ വിളിച്ചിരുന്നു. ഞങ്ങളെ ഗ്രൂപ്പിലെ എല്ലാ അഡ്മിനെയും തെറി വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഞങ്ങളെല്ലാവരും തന്നെ കൂട്ടത്തോടെ അവനെ തിരിച്ചും തെറി വിളിച്ചിട്ടുണ്ട്. അതെടുത്തുകൊണ്ടുവന്ന് കാപ്പിപ്പൊടിയെ വിളിച്ച തെറിയായിട്ട് നീ ഉണ്ടാക്കിക്കൊണ്ടുവരണ്ട. കാപ്പിപ്പൊടിക്ക് മക്കളുണ്ടാ? കാപ്പിപ്പൊടിയെ പറ്റി എനിക്കൊന്നും അറിയുക പോലുമില്ല, അവൻ്റെ കുടുംബ പശ്ചാത്തലം എനിക്കറിയത്തില്ല. അങ്ങനെ ഇല്ലാത്തടുത്ത് അവനെ ഞാനത് തെറി വിളിച്ചു എന്നും അല്ലെങ്കിൽ അവനുമായിട്ട് ഞാനൊരു കമ്മ്യൂണിക്കേഷൻ നടത്തി എന്ന് നീ പറയുന്നിടത്ത് നീ ഒന്നുമല്ല. നീ ഈ രീതിയിലൊന്നും കൊണ്ട് നടന്ന് നിങ്ങൾ ഇനി എന്ത് പറഞ്ഞാലും ഒരു പ്രയോജനവും ഇല്ല. കാരണം ഇത് 2019 ഓൺവാർഡ്സ് ഞാൻ കേൾക്കുന്ന അലിഗേഷൻസ് ആണ്. എനിക്കെതിരെ ഇതിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് തുള്ളി കുതിച്ച് പറഞ്ഞ ഒരുപാട് പേര് ഇന്നും ഇവിടെ നിലനിൽപ്പുണ്ട്. അവർക്കിടയിൽ തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. ഇതൊന്നും ഇവിടെ എടുക്കത്തില്ല, ഏശത്തില്ല. അതുകൊണ്ടാണ് ധൈര്യപൂർവ്വം ആ ശ്രീലമ്പടൻ്റെ എക്സ് വൈഫ് എൻ്റെ അടുത്ത് തന്നെ വന്ന് ചേർന്നത്. കാരണം ഞാൻ ഉറച്ചു നിൽക്കുമെന്ന് അവർക്കറിയാം. ഇത്തരം മോശ കാര്യങ്ങൾ, ഇത്തരം മോശമായിട്ടുള്ള സൈബർ ആക്രമണങ്ങളിൽ ഒന്നും തോറ്റുപോകുന്ന സ്ത്രീയല്ല ഇപ്പുറത്ത് നിൽക്കുന്നത് വ്യക്തമായ ധാരണ ആ കുട്ടിക്കുള്ളത് കൊണ്ടാണ് അവൾ എൻ്റെ അടുത്തേക്ക് വന്നത്. ഞാൻ സമാധാനപരമായി സംസാരിക്കുന്നത് കൊണ്ട് അയ്യോ കൊണ്ടു തള്ളച്ചി ഒന്ന് അടങ്ങി, തള്ളച്ചിക്ക് എന്തോ പെട്ടു, ചിന്തിക്കല്ലേ. എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞ അവർ റിക്വസ്റ്റ് ചെയ്തൊരു കാര്യമാണ്, അവൾ കളിക്കുന്ന ആ കളി നീ കളിക്കരുത്, നിന്നെ പ്രൊവോക്ക് ചെയ്യാണ്, സമാധാനമായിട്ട് പറഞ്ഞാൽ മതി. അതേ ചെയ്യുന്നുള്ളൂ. സമാധാനപരമായിട്ട് ഞാൻ ഇതിന് മറുപടി പറയുന്നു. എന്നെക്കാളേറെ അൽഫല മറുപടി ഇട്ടുണ്ട്. ഞാനത് അപ്ലോഡ് ചെയ്ത് തരുന്നുണ്ട്, നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കുക. ക്ലിയർ ആയാം.
കളിയാ തെറ്റല്ലേ എന്ന് വിചാരിക്കണം. എനിക്ക് എന്താ ഇവരുടെ പേര് പറയുന്നത് ഇവരെ 2 ദിവസം മുമ്പ് എന്നെ പറ്റിയിട്ട് വീഡിയോ ഞാൻ റിപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഈ സമയത്ത് ഞാൻ ഞങ്ങളുടെ കേസൊക്കെ ഞാൻ സ്റ്റേഷനിൽ കൊണ്ടുവരിക രാത്രിയാണ് വീഡിയോ ചെയ്യുന്നത്. അതാണ് എനിക്ക് കോപ്പിൽ കാര്യങ്ങളൊക്കെ പോകണം. അപ്പം എന്താ അപ്പം നമ്മൾ പറഞ്ഞാൽ അപ്പം നിങ്ങളുടെ ഈ ഒരു ടോപ്പിൽ നിന്ന് മനസ്സിലാവും നിങ്ങൾക്ക് ഒരു അന്തസ്സും ഇല്ല, നിങ്ങളുടെ വാക്കിന് പട്ടി വിലയില്ലെന്ന് ഇങ്ങനെയുള്ള നിങ്ങൾക്ക് മനസ്സിലാവും. ചീത്ത വിളിക്കുന്നേക്ക് പോട്ടെ, നമ്മൾ കൊല്ലം ട്രിവാൻഡ്രമാണ് ഏറ്റവും ഉള്ളൊരു ചീത്ത വിളി എടുക്കുക. അതുപാട് കൊല്ലം ട്രിവാൻഡ്രം ഉള്ളവരൊക്കെ തെറി വിളിക്കും. അത് പുതിയൊരു അറിവാണല്ലോ. കൊല്ലത്തും ട്രിവാൻഡ്രത്തുള്ളവരൊക്കെ തെറിയാ. എടി നീ പുനലൂർ ഏതാണ്ട് മൂലയെ കടന്നിട്ട് നീ കൊല്ലക്കാരെ മൊത്തം പറയല്ലേ. അവരാരും അങ്ങനെ തീറ്റയെ വിളിച്ചുകൊണ്ട് നടക്കുന്നവരല്ല, പ്രതികരിക്കും. തെക്കോട്ടുള്ളവർക്ക് കുറച്ച് പ്രതികരണ ശേഷി കൂടുതലാണ്, പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക്. ആർജവമുള്ള കുട്ടികളാണ്, എഡ്യൂക്കേഷനുള്ള പിള്ളേരാണ്. നീ അതിൽ പെടില്ല. അത് ശരിയാ, അത് ശരിയാണ്. നിന്റെ ഉമ്മായോളം പ്രായമുള്ള ഒരു സ്ത്രീയുടെ എവിടെയോ കടി എന്നൊക്കെ പറയുന്നത് ഭയങ്കര ജെനുവിനായ ഒരു സാധനമാണ്. എന്നെ പോലും അല്ല. അതിപ്പോൾ എന്നോട് എന്തെങ്കിലും ശത്രുത ഉണ്ടെങ്കിൽ നീ അത് പറഞ്ഞെങ്കിൽ നമുക്കത് കേട്ടുകൊണ്ടിരിക്കാം. ശരിയാണ്, ഈ പെങ്കൊച്ചിന് എന്നോട് ഭയങ്കര ശത്രുതയാണ്, അതുകൊണ്ട് എന്നെ പറയണം നമുക്ക് പറയാം, നമുക്കത് മനസ്സിലാവും. ആ സ്ത്രീ നിന്നെ എന്തോന്ന് ചെയ്തിട്ടാണ്, അവർക്ക് എവിടെ കടിയെന്ന് അത് എന്നോട് വിളിച്ചു പറയണം. നീ അങ്ങനെ പറഞ്ഞത് കൊണ്ടുള്ള ലാഭം എന്താണെന്നറിയാമോ? ഈ ഒരു സത്യാവസ്ഥ തുറന്നു പറയാൻ വേണ്ടി അവരെന്നെ വിളിക്കുമ്പോൾ ഞാനത് കേൾക്കാൻ തയ്യാറായില്ല. നിനക്കത് ആവശ്യമായിരുന്നു. ആ സ്ത്രീയുടെ പിന്നെ മറ്റൊരു മുഖം എന്നിലേക്ക് കൊണ്ടുവന്ന് തരുമ്പോൾ ഞാൻ അത് കേട്ടിട്ട് അവരോട് സംസാരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നീ കളിച്ചൊരു ഡ്രാമയായിരുന്നു എന്ന് ഞാൻ വൈകിയാണ് മനസ്സിലാക്കിയത്. ഈ കളി തന്നെയാണ് നീ നിന്റെ കൂട്ടുകാരികൾക്കിടയിലൊക്കെ കളിച്ചത്. കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെ പറയാൻ ഒരു മനുഷ്യർക്കും പറ്റൂല. മനസ്സിൽ അത്രയും വിഷമുള്ള നീചായ വെറും മയിൽപ്പീലി പോലുള്ള നിങ്ങളെ കൊണ്ട് മാത്രമേ എനിക്ക് ഇവരുടെ കാര്യം പറഞ്ഞ് എന്റെ കയ്യിൽ പോകണം. അപ്പൊ പിന്നെ നിങ്ങൾ ഇതിനകത്ത് പറയും, നിങ്ങൾ എന്റെ വീട്ടുകാരെ അത് പറയും. എന്തൊരു മോശമായിട്ടാണ് പറയുന്നത്. അത് പറയുമ്പോൾ എനിക്ക് ഒരു സംഭവമൊന്നുമില്ല. എനിക്ക് അവിടെ തോന്നി പറയുമ്പോൾ നിങ്ങൾ അച്ഛൻ തോന്നി സ്വന്തം നിന്റെ തള്ളയുടെയും തന്തയുടെയും കാര്യമായിരിക്കും നീ വന്നിട്ട് പറയുന്നത്. അതിന് പേര് ചെയ്യാൻ പറ്റും. നീ വല്ല പെണ്ണുങ്ങളെ വെച്ച് അല്ലെങ്കിൽ അവരെ വെച്ച് ഇവരെ വെച്ച് എന്നെ വെച്ച് നീ നിന്റെ കുടുംബക്കാരെ പറയുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്നും ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ എന്തോന്നാ കിട്ടാത്തിരി പിടിക്കും, കിട്ടാമന്തിരി പിടിക്കും. കിട്ടാമന്തിരി എനിക്ക് ആ മുന്തിരി കിട്ടാതിന്റെ എനിക്ക് സത്യം കാണുമ്പോൾ എനിക്ക് ചിരിയാവില്ല. എനിക്ക് ചിരിയാവില്ല. നിങ്ങളത് പറയുമ്പോ എന്താ എന്റെ മോനെ കൊണ്ട് ഞാൻ പബ്ലിക് കിണർ ഞങ്ങൾക്ക് വേണ്ടടാ. എന്തിനാ ഒരു പബ്ലിക് കിണർ? വീട്ടിന്റെ ഒരു വലിയ ഡിസ്ട്രിക്ട് കിണർ എടുപ്പുണ്ടല്ലോ. ഏത് ഇനി എന്തിനാ പുറത്തുനിന്ന് പബ്ലിക് കിണർ എടുക്കുന്നേ? വീട്ടിലുള്ള ഡിസ്ട്രിക്ട് കിണർ അതിന്റെ കുഴി കുത്തി മൂടൂ, എന്നിട്ട് പുറത്തിറങ്ങിയ ട്രാൻസ്മിഷൻ എന്നെ കാണുന്നുണ്ടോ അതൊന്ന് നോക്കിയാണ്. ഡിസ്ട്രിക്ട് കിണർ, പബ്ലിക് കിണർ, നീ നിന്റെ വീട്ടിൽ നിന്റെ ഫാദറുമായിട്ടാണോ? ആണോ? കാണുന്നില്ലേ? ഡിസ്ട്രിക്ട് കിണറും പബ്ലിക് കിണറും കൊള്ളാം, അത് ഇഷ്ടപ്പെട്ടു. വീണ്ടും പോകുന്നു. ഇതിന് വൈഫൈ എന്തോ പ്രോബ്ലം ആണടാ. സെറ്റായ എന്തോ ട്രാൻസ്മിഷൻ ഈസ് അൺഅവൈലബിൾ ഡ്യൂ ടു. ഓക്കെ, ഡിസ്ട്രിക്ട് കിണറും പബ്ലിക് കിണറും സംസ്ഥാന കിണറും എന്നൊക്കെ നീ പറയുന്നുണ്ടല്ലോ. അല്ല മോളെ, നീ വീട്ടിൽ ആവശ്യം കടി മൂക്കുമ്പം തന്തേരെ അടുത്താണോ കയറുന്നത്? അതുകൊണ്ടാണോ നീ അങ്ങനെ ഒരു ടോപ്പിക് എടുത്തിട്ടത്? അതോ നിന്റെ ആ കുഞ്ഞാവ ചെറുക്കനില്ലേ, ആ ചെറുക്കൻ നിന്റെ ഉമ്മായെയാണോ ഉപയോഗിക്കുന്നത്? അല്ല, അറിയാത്തോണ്ട് ചോദിക്കുന്നതാണ്. അങ്ങനെ ഒരു രീതി നിങ്ങളുടെ വീട്ടിൽ ഉള്ളതുകൊണ്ടാണോ നീ പബ്ലിക്കിൽ അത് ചോദിക്കുന്നത്? അല്ല, ഈ പ്രായത്തിൽ എന്തായാലും നീ ഒരു പ്രായത്തിനൊരു കൺസിഡറേഷൻ കൊടുക്കുന്ന ഭയങ്കര മഹത് വ്യക്തിയല്ലേ. കുഞ്ഞു വാവ, ഇള്ള വാവ, കല്യാണം കഴിക്കാത്ത ലേഡിയുടെ വായിന്ന് വരുന്നതാ. കല്യാണം കഴിക്കാത്ത ലേഡിയുടെ വായിന്ന് വരുന്ന വർത്താന. എങ്കും പെണ്ണ് കെട്ടിയില്ലെങ്കിൽ ഉമ്മാരോട് അയക്കുമെന്ന്. ഇങ്ങനെയുണ്ട്. ഇത് കൊളോക്കിയൽ ലാംഗ്വേജ്. അതായത് നമ്മളിപ്പോൾ പോടാ തന്തയില്ലാത്തവനെ എന്ന് പറയുന്നതിന് പോടാ പിതൃശൂന്യ. എങ്ങനെയുണ്ട്? ഡബിൾ ഫാദർ സിൻഡ്രം. നിങ്ങൾക്ക് ഭയങ്കര സംസ്കാരവും ബാക്കിയുള്ളവർക്ക് സംസ്കാരമില്ലാത്ത ഒരിത്. വെരി ഫണ്ണി. നിനക്കുള്ള മറുപടി ഞാനല്ല, അൽഫല തന്നു വെച്ചിട്ടുണ്ട്. അത് പോയി കാണും. മോനെ, നിന്റെ അടുത്തായി പറയുന്നത്. ആളുകൾ അടിക്കും. എന്തൊക്കെയാ പിള്ളേരെ പറഞ്ഞത്? ഇവർക്കെതിരെ വീഡിയോ ചെയ്ത് തുടങ്ങിയപ്പോ എനിക്ക് മനസ്സിലായി എന്തൊരു ആൾക്കാർ ഇവർ ദ്രോഹിച്ചിട്ടുണ്ട്. എന്തൊരു ആൾക്കാരെയാ പൊന്ന് കുട്ടിക്കുട്ടി ഇവർ ദ്രോഹിച്ചിട്ടുള്ളത്. ഇത് എത്ര പേരെ മാഡം ദ്രോഹിച്ചിട്ടുണ്ടെന്ന് അറിയണമെങ്കിൽ അൽഫലയുടെ വീഡിയോ കണ്ടാൽ മതി. അസ്ലം പുസ്ലം, അൽഫല, നൂറിൻ, സുദുതി, ഉദുതി, സിയാദ്, നുന്ന, അബ്സല്. എന്തുവാടി, ഞാൻ പബ്ലിക്കിലുള്ള ആൾക്കാരെ പറഞ്ഞു
നീ നിന്റെ കൂടെ നിൽക്കുന്ന പ്രൈവറ്റിലുള്ള ഒരാൾ. ഞാൻ ആ വോയിസ് എടുക്കാൻ കുറേ നോക്കി, കുറേ 1 മണിക്കൂർ നിന്റെ വർത്താനം കേൾക്കണ്ടേ, ചളി കേൾക്കണ്ടേ എന്ന് വെച്ചാണ്. സ്വന്തം തന്തയെ പറ്റി പറയുന്ന ഒരു വോയിസ് ഉണ്ട്, അത് ഞാൻ എടുത്തുകൊണ്ടൊന്ന് ഇട്ടേക്കാം. നീ നിന്റെ സ്വന്തം കുടുംബക്കാരെ പറ്റി പറയുന്ന ഒരു വർത്തമാനം, അത് നീ തന്നെ പറയുന്നതാണ്, ഞാൻ പറയണല്ലോ. അതും കൂടെ ഞാൻ കൊണ്ടുവന്ന് ഇട്ടേക്കാം. ഇപ്പം സമയമില്ല എനിക്ക്. ഇതൊക്കെ ശരിയാണോ? ഇച്ചിരി വെള്ളം ഇങ്ങെടുത്ത് അങ്ങനെ പിന്നെ നിങ്ങൾ വേറെ പറയുന്നത് മരുന്നൊക്കെ ഞാൻ എന്താണെന്ന് ഞാൻ ആ വാക്ക് ഞാൻ പറയുന്നില്ല. ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്, മോശമായിട്ട് തന്നെ. ഞാൻ ഏറ്റവും താഴെ തട്ടിൽ വെച്ചിട്ടാണ് ഇവര് പറയുന്നത്. അപ്പം ഇനി അതിന്റെ താഴെ തട്ടിലോട്ട് ഇപ്പൊ പറയാനുള്ള എല്ലാം പറഞ്ഞു. ഇനി എന്തൊരു പറയാം അമ്മച്ചി, ചെറുപ്പക്കാരി, ഇനി എന്തൊരു പറയാം, ഇനി എന്ത് പറയും ഒന്ന് ചിന്തിക്കൂ. ഇപ്പൊ പറയാനുള്ളത് ഒരു പെണ്ണിനെ ഏറ്റവും മോശമായി പറഞ്ഞ ഏറ്റവും മോശം അത് പറഞ്ഞു. എന്നാ നിങ്ങൾ വീഡിയോ ചെയ്ത ശേഷം 2 വീഡിയോ ചെയ്ത ശേഷം ഞാൻ ഭംഗിയായിട്ട് പറഞ്ഞു. അപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ ഇനി എന്ത് ചെയ്യുമെന്ന് അടുത്ത ഇതെന്താ പേടി കുറെ നാളെ മകൾക്ക് ബോറടിക്കും, പുതിയത് കൊണ്ടുവരണം കേട്ടോ. ഇനി പുതിയത് കിട്ടിയില്ല എങ്കിൽ പണ്ട് നമ്മുടെ വീട് കുറച്ച് അപ്പൊ അവിടെ എന്റെ 2 വയസ്സ് 3 വയസ്സ് പോയപ്പോ ഞാൻ ഉപയോഗിച്ചാണ് സ്നഗി ദ്രവിച്ചില്ലെങ്കിൽ അവിടെ കാണാം. വന്ന് പറക്കി എടുത്തോണ്ട് പോയിട്ട് ജസ്റ്റ് ഉപയോഗിച്ച സ്നഗിയാണിത്. കുണുവാവയ്ക്ക് ഇച്ചിരി തീട്ടം തരട്ടെ. എൻ്റെ മോൻ രാവിലെ തൂറിയതാ, ഞാൻ എടുത്തു വെച്ചു. കാരണം നീ എന്തായാലും അവൻ ആഗ്രഹിച്ചതല്ലേ, ഇച്ചിരി തീട്ടം തരാം. നീ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും, മുഖത്ത് വാരി തേച്ചോ. അങ്ങനെയെങ്കിലും ആ കൊതി അങ്ങ് അടങ്ങട്ടെ. കൊച്ചിനെ കണ്ട് നീ ഒന്ന് സുഖിച്ച് ആസ്വദിച്ചതല്ലേ, ആഗ്രഹിച്ചതല്ലേ, നീ അത് തരാം. ഞാനിവിടെ ഒരു കവർ ഇട്ട് വെച്ചിട്ടുണ്ട്, ആളെ പറഞ്ഞു വിട്ടാൽ മതി, കൊടുത്തു വിടാം. ഇച്ചിരി തീട്ടം വാരി അങ്ങ് ദേഹത്ത് തേച്ചോ. അവനൊന്ന് തൊട്ടതായിട്ട് നിനക്ക് ഫീൽ ചെയ്യും. വേറെ ആരുടെ അല്ല, എൻ്റെ തലടി മാറ്റിപ്പറയില്ല, കള്ള പറ്റിക്കൂല. ഇളയതിൻ്റെ അല്ല, മൂത്തതിൻ്റെ തന്നെ തന്നേക്കാം. ഷാരൂഖ് ഖാൻ്റെ തീട്ടം വേണോ? തരണോ? വേണോ? നിന്റെ വേറെ ബോട്ട്സ് ഞാനതിനടി എടുക്കണത്, അത് നാട്ടുകാർ മുഴുക്ക അറിഞ്ഞില്ലേ. നീ ഇതിൽ കൂടുതൽ എന്തോന്ന് അറിയായിരിക്കുന്നു. നീ വല്ല ഉണ്ടോ രഹസ്യം? അത് ഞാൻ എന്തെങ്കിലും ചെയ്തോളാം. എനിക്ക് വീഡിയോ ചെയ്യാൻ വിഷയങ്ങളുണ്ട്, വാർത്തകളുണ്ട്. എനിക്ക് പ്രമോഷൻ ചുണ്ടിനകത്ത് കുറച്ച് പച്ചമുളക് വരുത്തി കെട്ടി നട്ടപ്പരാന്ത് ഉച്ചപ്പരാന്ത് പച്ചപ്പരാന്ത് ലാക്കലക്കുലുകൾ കാക്കുലുകൾ പോടി കഴിച്ച് കൊച്ചപരാതി. അതെനിക്ക് മനസ്സിലായി. നിന്റെ മനസ്സിലും നിന്റെ കൾച്ചറും നിന്റെ സംസ്കാരവും നീ എന്താണെന്നും. ദേ നിന്റെ ഈ 2 വീഡിയോ എടുത്തു നോക്കിയാൽ മതി. നീ പടയപ്പയിൽ ലവള കണക്ക് കിടന്നങ്ങ് വിജി എന്ത് പേളയപ്പാ പാളയപ്പ ചിങ്കനട പൊട്ട് ചിഗരത്തയ്യാറ്. പിന്നെ നിങ്ങൾക്ക് പിന്നെ നിങ്ങളോട് ഇനി എനിക്ക് വേറെ ഒന്നും പറയാല്ല. നിങ്ങളുടെ വായി ഇതൊക്കെ വരുമെന്ന് മനസ്സിലായി. നിങ്ങളുടെ മൊത്തത്തിൽ പോയി കേട്ടാ, കിളി പോയി. നിങ്ങൾ പറയും നിങ്ങൾ എന്റെ കവറിൽ എടുത്ത് പോസ്റ്റ് ചെയ്തത് എന്റെ വായിൽ ഞാൻ പറയുന്നേ പടം എന്റെ വായിൽ ഞാൻ പറയുന്നത് ചുണ്ടിൽ പോലെ വരാം എന്ന് പറയുന്നേ മൊത്തത്തിൽ കിളി പോയി. അതുലിന്റെ കേസ് പറയുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് അത് റേപ്പ് ചെയ്യും. ഈ കൊടുത്ത് പിടിക്കുന്ന പരിപാടി അത് റേപ്പ്. അത് ഞാൻ ശരിക്കും പറഞ്ഞല്ലോ, ഞാൻ സംസാരിക്കുന്ന ശ്രദ്ധിച്ച് ചെയ്യാം. ഞാൻ അതെന്തോ ഞാൻ പിന്നെയാണ് എനിക്ക് എന്തോ എനിക്ക് പറഞ്ഞു പോയി. ഞാൻ പെട്ടെന്ന് പറയുന്നത് പിന്നെയാണ് എനിക്ക് സ്ട്രൈക്ക് റിപ്പോർട്ട് ഇട്ടപ്പോൾ ശരിക്കും പിന്നെ കാതൽക്കാർ വേറെ കാതൽക്കാർ നല്ലത് പറയുന്നുണ്ട്, വേറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, നിങ്ങളുടെ കാര്യങ്ങൾ പറയുന്നത്. ഇതൊക്കെ എവിടെ പോയി? കാതറിക്കാനെ പറ്റി കൊച്ച് നല്ലത് പറയണ ഞാൻ ഇന്ന് എടുത്തിട്ടിട്ടുണ്ട്. നീ പറഞ്ഞോണക്ക് ഇന്ന് എൻ്റെ അടുത്ത് ഇട്ടപ്പോൾ തന്നെ കുറച്ച് പേര് ഒന്ന് വെച്ചത് എന്തിനാ ഇപ്പം ഇട്ടേന്ന് നീ ചോദിച്ചോണ്ടാടി. ഞാൻ അതിനകത്തോണ്ട് ഇട്ടിട്ടുണ്ട് കാതറിക്കാനെ പറ്റി. ഞാൻ കിക്കിലില്ല, ഞങ്ങൾ കിക്കിലില്ല. ഞങ്ങൾ പക്ഷെ കിക്കിൽ വന്നു, പക്ഷെ ഞങ്ങൾ നിന്നില്ല. ഞങ്ങൾ കിക്കിൽ പോയി, ഞങ്ങൾ കിക്കിൽ കിടന്നു, ഞങ്ങൾ കിക്കിൽ പടന്നു. ഞങ്ങൾ കാക്കായെ ആദ്യം കണ്ടു. കാക്കായെ ആദ്യം കണ്ടോണ്ടായിരിക്കും മറ്റേ കൊച്ചിനെ വിളിച്ച് മറ്റേ കൊച്ചിനെ വിലക്കാൻ വേണ്ടി കക്കക്ക പറഞ്ഞതല്ലേ. ഇക്കുക്കായും മോളും തമ്മിൽ ഇക്കുക്ക ബന്ധമുണ്ടെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. പക്ഷെ നാട്ടുകാർക്ക് മനസ്സിലായി ഇക്കുക്കയും മോളും തമ്മിൽ എന്താ ബന്ധമെന്ന്. ഇക്കുക്കയും മോളും തമ്മിലുള്ള ബന്ധം പൊതുസമൂഹത്തിന് മനസ്സിലായിട്ടുണ്ട്. അതിന് ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല. പിന്നെ ഞാൻ ഒരു നയത്തിൽ പോകുന്ന തീരുമാനിച്ചു. നയം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗാന്ധിജി ഒരുപാട് സ്നേഹിക്കുന്നില്ലേ. അപ്പൊ നമുക്കൊരു എന്താ പറയാ ഒരു എന്താ അറിയാം, നിങ്ങൾ വലിയ സിനിമ കണ്ടിട്ടുണ്ടോ? ഏതാ ലാഗിയറാവു മുന്നാബായി അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പൊ ആ സിനിമയിൽ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അപ്പൊ അതിൽ കണ്ടവനാണെങ്കിൽ അവർക്ക് അറിയാം, മാത്രമാണ് യൂട്യൂബിൽ പോയി ചെക്ക് ചെയ്തത് കേട്ടോ. അപ്പൊ അതിനകത്ത് പറഞ്ഞാല് തിരിച്ചെന്ന് പറഞ്ഞാല് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഒന്നെങ്കിൽ ഇവർക്ക് അല്ലെങ്കിൽ ഇവർ കുടിക്കാൻ വരികയൊന്നും ചെയ്തത് ഒന്നും അല്ല, ഇവർ കൂട്ടിക്കിടന്ന് ചെയ്യണം. ഇവര് നമ്മളൊന്നും കാണാത്ത എന്തോ മുറ്റ സാധനം റൂമിന്റെ മൂലയിൽ കൂട്ടിയിട്ട് കത്തിച്ച് അടുപ്പിൽ ഊതുന്ന മറ്റേ കുഴലുണ്ട്, അതിട്ട് മൂക്കി വലിച്ച് കയറ്റി കിടന്ന് കാണിക്കുന്നവരാക്കാണിതല്ല. ഇങ്ങനെയൊക്കെ അത് ചെയ്യാൻ പറ്റുമെന്ന് നീ പറഞ്ഞു തന്നതിന് നന്ദി. അങ്ങനെ ചെയ്തത് കൊണ്ടായിരിക്കും നിനക്ക് 2 ദിവസമായിട്ട് തല പൊങ്ങാനും പറ്റുന്നില്ല, മുറ്റത്തോട്ട് ഇറങ്ങാനും പറ്റാത്തതല്ലേ. അവൻ തന്നതാണോ? അവൻ അതിൻ്റെ ഏജൻ്റാണെന്ന് എനിക്കറിയാം. പക്ഷെ അത് നിനക്ക് ഇത്ര ഫ്രീ ആയിട്ട് കിട്ടി എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. കാണും, നല്ല എമൗണ്ടൊക്കെ കിട്ടുന്നതല്ലേ. അപ്പം അങ്ങനെയാണ് അത് വലിക്കുന്നത്. അതെന്തോ ഒന്നും കൂടെ പറഞ്ഞ് കേൾക്കട്ടെ.
വലിച്ച് അടുപ്പിൽ ഊതുന്ന മറ്റേ കുഴലുണ്ട്, അതിട്ട് മൂക്കി വലിച്ച് കയറ്റി കിടന്ന് കാണിക്കുന്ന ഭ്രാന്താണ് ഇതെല്ലാം. അപ്പൊ നിങ്ങളുടെ ഈ എന്തുവാ ഇതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ നേരെ അവിടെ നമുക്ക് മനസ്സുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. ഇവരെ എവിടെയാണ് വെച്ച് കാണുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ സിനിമയിൽ കാണുന്ന സീൻ പോലെ ഗെറ്റ് വെൽ സൂൺ എന്ന് പറഞ്ഞാൽ ഒരു പേപ്പർ ഒരു വിഷയത്തിൽ കൊടുക്കുക, ചിരിച്ചുകൊണ്ട് കൊടുക്കുക. അതിന് നേരെ നിൽക്കരുത്, വാ തുറന്നാൽ നമ്മൾ ടെൻഷൻ എടുക്കുക, മനസ്സിലും ഇതൊന്നും നമ്മൾ ചെയ്ത് ഗെറ്റ് വെൽ സൂൺ എഴുതി കൊടുക്കുക. വേണമെങ്കിൽ കുറച്ച് മിനിറ്റ് ഒതുക്കി പോവോ, എന്ത് പോകാൻ വെച്ചാൽ അവർക്ക് കൊടുക്കുക. അങ്ങനെ ഒരുപാട് പേര് ഗെറ്റ് വെൽ സൂൺ കൊടുക്കുമ്പോൾ അവരുടെ അസുഖങ്ങളെല്ലാം മാറും, അല്ലെങ്കിൽ നല്ല മണ്ടേ കയറിയ എന്താ പറയുക കൊതുകുകളെല്ലാം മാറും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാറട്ടെ കേട്ടോ, ചുവട് എല്ലാ അസുഖങ്ങളും മാറട്ടെ. പിന്നെ വേറൊരു ഞാൻ എൻ്റെ അത് വിച്ച് എന്താണെന്ന് അറിയത്ത് പോലും ഇല്ല. എൻ്റെ പൊന്നു ആർക്കാണ് അല്ലേ. അപ്പം എന്താ ഇവിടെ ഞാൻ വിച്ചെന്നല്ലേ പറയുന്നത്, ഞാൻ ആരെയും മെൻഷൻ ചെയ്യുന്നില്ല, ഞാൻ ആരാണെന്ന് പോലും പറയുന്നില്ല. എഞ്ചിൻ എത്ര കൊള്ളുന്നേ, എഞ്ചിൻ എത്ര കൊള്ളുന്നേ, ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ അവൾ തെളിയിക്കണം. പൊള്ളിയല്ലേ തേപ്പുകാരി എന്ന് മാത്രം ഞാൻ പറഞ്ഞപ്പോൾ നിനക്കെന്താ പൊള്ളിയേ? നീ തേപ്പുകാരി എന്നല്ലടി ഞാൻ പറഞ്ഞുള്ളൂ. ഉടനെ അത് ഞാനാണ് എന്നെ മാത്രമാണ്, എന്നെ തന്നെയാണ്, എന്നെയാണ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞ് നിനക്ക് വന്ന് പറയാമെങ്കിൽ അവക്കും പറയാം. തെളിയിക്കാനുള്ളത് തെളിയിച്ചേട്ടോ. ഇനി എനിക്ക് ഒരു പുല്ല് തെളിയിക്കണം. ഇനി ഒരു പുല്ല് തെളിയിക്കുന്ന കാര്യത്തിൽ ഞാൻ വരുന്നത് അവിടെ കാര്യം പറയും. എന്താ വെച്ചാൽ എനിക്ക് ഒന്നുമില്ല നിങ്ങൾ കയ്യിൽ ഒരു രോഗം പോകണം, കയ്യിൽ അവരുടെ കുട്ടി പൊടിയുണ്ടല്ലോ, അത് അതിന് പോലെ സ്പർശിക്ക് തുടങ്ങിയത് കാണുന്നത്. ഇനി എനിക്ക് അത്രയോ നിങ്ങൾ പറയാത്ത കാര്യം കൊഞ്ചിനായിട്ട് നോക്കുന്നേ, എന്തിനായിട്ട് നോക്കുന്നേ എനിക്ക് അറിഞ്ഞൂടാ. വിച്ച് നമ്പർ 2 എന്ന് പറഞ്ഞ് ഇപ്പൊ പറയുന്ന വന്നിട്ടുണ്ട്. എനിക്ക് ആ പേര് പോലും പറഞ്ഞില്ല. നിങ്ങൾ ഇങ്ങനെ എടുക്കുന്നതാണോ എടുക്കുന്നതാണോ എനിക്ക് തിരിയല്ലേ, എനിക്ക് ಗೊತ್ತಿಲ್ಲ കേട്ടോ. ഇതെന്തില്ല അതെനിക്ക് മനസ്സിലായി. നീ എൻ്റെ വീഡിയോ നല്ലപോലെ ഇരുന്ന് കണ്ടങ്ങ് ആസ്വദിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ ഞാൻ പറയുന്ന ഡയലോഗ് നിനക്ക് പറയേണ്ടി വരുന്നത്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ദാറ്റ് ഐ ലൈക്ക് ഇട്ട്. അത് കൊള്ളാടി, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാ പ്രശ്നങ്ങളും മാറി നന്നായിട്ട് ചെയ്യാം കേട്ടോ. നല്ല കോണ്ടന്റ് കഴിവുള്ളവരാണ് നിങ്ങൾ അത് ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കാം. നല്ല ആളുകൾ ശ്രമിക്കാം. ഇതിൻ്റെ ഒരു ഫ്രീ അഡ്വൈസ് ആയിട്ട് കുട്ടിയാൽ മതി കേട്ടോ. മാടത്തിന് വെച്ചിട്ടുണ്ടെങ്കിൽ മാടനെ അടിക്കും പിടിക്കുന്നൊക്കെയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ നമ്മൾ ഇതൊന്നും പറയാനിട്ട് അതുപോലെ ആൾക്കാർ ഒന്നും പറയാൻ കമന്റ് ചെയ്യുക. മാടത്തിനുള്ള കാര്യം എനിക്ക് ചോദിക്കാറുണ്ട്. മാടത്തിന് എന്നെ ഒട്ടും പേടിയില്ല എല്ലാവരും ഞാൻ പേര് നിങ്ങൾ എന്തിനാണ് ഫ്രീ ആയിട്ട് കമന്റ് നിങ്ങൾ ഹൈഡ് ചെയ്തത്? എനിക്ക് നിങ്ങൾ കമന്റ് എനിക്ക് ആവശ്യം എന്തിനാണ് ഹൈഡ് ചെയ്ത്? എടി എനിക്ക് താല്പര്യമില്ലടി, സത്യമായിട്ടും എനിക്ക് താല്പര്യമില്ല. എനിക്ക് നിന്നെ പേടിയില്ലെന്നല്ല, എനിക്ക് നിന്നെ ഭയങ്കര പേടിയാ. നിന്നെപ്പോലൊരു വൃത്തികെട്ട സാധനം ഞാൻ ഇങ്ങനെയൊന്ന് പറഞ്ഞു പോയി, ഇനി അതും വെച്ചിട്ട് നീ നാട്ടുകാരെടുത്ത് മുഴുക്ക പറയല്ലേ എന്നെ കല്യാണം ആലോചിച്ച സ്ത്രീയാണ്, എന്നെ കല്യാണം നീ ഇങ്ങനെ പറഞ്ഞ് അവസാനം വെടക്കാക്കി തനിക്കാക്കാനുള്ള നിന്റെ ഡ്രാമയാണെങ്കിൽ നീ ഏഴയിലത്തെങ്ങാണം വന്നാൽ എനിക്ക് പിന്നെ ഗതികെട്ട് എൻ്റെ കൊച്ചിനെ കൊണ്ട് അങ്ങനെ എങ്ങാണം ചെയ്യിക്കേണ്ടി വന്നാൽ പേടിയാടി എനിക്ക് നിന്നെ. നീ നിന്നെ പോലൊരു തേപ്പുകാരിയെ എനിക്ക് ഭയങ്കര പേടിയാടി. അതുകൊണ്ടാണ് ഡിലീറ്റ് ചെയ്തത്. ഡിലീറ്റ് മാത്രമല്ല, നിന്നെ ഞാൻ എൻ്റെ ചാനലിൽ നിന്ന് ബ്ലോക്ക് ചെയ്തു. നീ ഫേക്ക് ഉണ്ടാക്കി അവിടെ ഒന്ന് കമൻറ്റ് ഇടുന്ന എനിക്കറിയാം. നിന്റെ കമൻറ്റ് കാണുമ്പോഴേ എനിക്ക് മനസ്സിലാവും. നീ ഫേക്കായിട്ട് നിന്നാൽ മതി, നിന്റെ ഒറിജിനൽ അവിടെ കൊണ്ട് നീ ഒട്ടിക്കണ്ട. അത് ഞാൻ സമ്മതിക്കുന്നില്ല. എടി എനിക്ക് ചാനലിൽ വ്യൂ കിട്ടാനാണെങ്കിൽ നിന്റെ കമൻറ്റ് ഞാൻ അവിടെ ഇടില്ലേ. നീ എൻ്റെ ഇതിനകത്ത് കമൻറ്റ് ഇട്ടാൽ അത് അട്രാക്ട് ചെയ്തിട്ട് നിന്റെ ഈ മില്യൺ സബ്സ്ക്രൈബേഴ്സിന് എന്നെ കിട്ടാൻ പറ്റും, കാണാൻ പറ്റും. ഞാൻ ചെയ്യുമോ ആ റിസ്ക്? എനിക്കത് വ്യൂ ആണ് താല്പര്യമെങ്കിൽ ഞാൻ അപ്പോഴേ നിന്നെ ഡിലീറ്റ് ചെയ്ത് കളയുമോ? ഞാൻ എന്ത് ചെയ്യും? അതവിടെ കിടക്കട്ടെ എന്ന് വയ്ക്കും. ഞാൻ അങ്ങനെ ചെയ്താൽ ഇല്ലല്ല. അപ്പം നിനക്ക് മനസ്സിലായില്ലേ ഇതെനിക്ക് വ്യൂവിനല്ല എന്ന്. ഞാൻ ഇന്നലെയും ഞാൻ നോക്കാൻ കാണിച്ചാണ് യെല്ലോ ആണടി, എനിക്ക് കാശൊന്നും കിട്ടത്തില്ല. എനിക്ക് താല്പര്യമില്ല, വേണ്ട. പക്ഷെ ഇത് പുറത്ത് വരണം. ആ പെൺകുട്ടിക്ക് ധൈര്യം കിട്ടി അത് പുറത്ത് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം. റിയലി ഒരു ഭയങ്കര വലിയ സന്തോഷമാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത്. എന്നാൽ ഞാൻ അനുഭവിക്കുന്നത് എക്സ്ട്രീം ലെവൽ ഹാപ്പിനെസ്സാണ്. ആ പെൺകുട്ടിക്ക് അത് പറയാനുണ്ടായ ധൈര്യം ഉണ്ടല്ലോ. ഒരു വിഷയം അവൾ ഒരു ലൂപ്പ് ഹോൾ കൊടുത്തിട്ടില്ല. കൃത്യമായിട്ട് കറക്റ്റായിട്ട് എടുത്തു വെച്ച് A to Z ആ മോള് വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് റസി ഇടയ്ക്ക് എൻ്റെ അടുത്ത് ഇങ്ങനെ പറയും, ഇവർ സംസാരിച്ചു, ഇവരിങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഞാനിത് കേൾക്കുന്നതിന് ചെവി കൊടുക്കാമല്ലോ. അവൾ പറയുമ്പോൾ ഞാൻ വേറെന്തോ ചെയ്തുകൊണ്ടിരിക്കും, മീൻസ് ഗെയിം കളിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അവളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഈ ഗോസിപ്പ് എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഇഗ്നോർ ചെയ്യുകയാണ് പതിവ്. പക്ഷെ ഇതൊക്കെ ആയിരുന്നു അവിടെ നടന്നെന്ന് റസിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അതാണെന്ന് റസി ആ ഒരു വീഡിയോ ചെയ്തിട്ട് എനിക്ക് സത്യത്തിൽ അതെനിക്ക് മനസ്സിലായിട്ടില്ല. എന്നാലും അത് കിടക്കട്ടെ എന്ന് വെച്ചാൽ അതെടുത്ത് അവിടെ ഞാൻ പേസ്റ്റ് ചെയ്ത് വെച്ചത് അതാണ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇതെന്താ ചിലർക്ക് ഇത് താല്പര്യമുള്ളവരുണ്ടായിരിക്കില്ല, അവരത് കണ്ടോട്ടെ എന്ന് വെച്ചിട്ട് അത് എടുത്ത് വെച്ചെന്നേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഇത്രയും പെട്ടെന്ന് എല്ലാം ശരിയാവട്ടെ ഞാൻ മനസ്സുകൊണ്ട് നേരുന്നു.
നിങ്ങൾ എല്ലാവരും നേരിടുക. പിന്നെന്താ, പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മളിവിടെ നിർത്തുകയാണ്, ഞാനിവിടെ നിർത്തുകയാണ്. എന്നെ കുട്ടി ഇനി ഇത് തുറപ്പിച്ചെടുക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തോ ആയാലും ഇനി എന്താ പറയുന്നത്, ഒരു ചീത്തവിളി ആദ്യം ഇത് മറ്റു മനസ്സ് കേൾക്കില്ല കേട്ടോ. കുത്തില്ല എന്ന് പറഞ്ഞാൽ കുത്തില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലായിരുന്നല്ലേ? അതല്ലേ കുത്തില്ല. പക്ഷേ കുത്തില്ല പിന്നെ ഒരു കാര്യം കൂടെ, ഇങ്ങനെ ടാങ്കു ഓഫില്ല. ടാങ്കു എന്ന് പറയുന്നത് ഒരു കുണ്ടമാമയുണ്ട് ഇവരുടെ കൂട്ട്. ഇത്താന്ന് വിളിക്കല്ലേടി, നീ എന്നെ അമ്മച്ചി എന്ന് വിളിയടി. എനിക്കതാണ് ഇഷ്ടം. അമ്മച്ചി, കിളവി, തൈക്കിളവി ഒക്കെ വിളിച്ചാൽ മതി, ഒരു കുഴപ്പമില്ല. അങ്ങനെ വിളിച്ചാൽ മതി, അതാണ് എനിക്കിഷ്ടം. അപ്പോഴേ എനിക്ക് വീര്യം കൂടുള്ളൂ, കൂടുതൽ പറയാൻ. എടാ കണ്ണൻ ആരാണെന്ന് അറിയില്ല, അത് എൻ്റെ മോനാ. ബിഗ് ബോസ് എന്ന് പറയുന്നത് എൻ്റെ മോനാ, കണ്ണൻ. ഇന്ന് കുറേ ആൾക്കാരുടെ ഇതിപ്പോ നമ്മുടെ യൂട്യൂബ് ആണെങ്കിലും ഇതിൽ നല്ല രീതിയിൽ വീഡിയോ ചെയ്യുന്നവരുണ്ട്, മോശം രീതിയിൽ ചെയ്യുന്നവരുണ്ട്. ഇതിനകത്ത് ഇപ്പൊ ഞങ്ങളാണെങ്കിൽ നല്ല രീതിയിൽ റോഡ് ചെയ്യുന്നവരുണ്ട്, പാട്ട് പാടി റോഡ് ചെയ്യുന്നവരുണ്ട്, മാജിക് കളിക്കുന്നവരുണ്ട്, ഡാൻസ് കളിക്കുന്നവരുണ്ട്, നോർമൽ റോഡ് ഇതുപോലെ വന്നിരുന്ന് സംസാരിക്കുന്നവരുണ്ട്. ഇതിനകത്ത് ഈ കണ്ട പെണ്ണുങ്ങളുടെ കൊണ്ടുവരാത് എനിക്ക് എന്താണ് കൂട്ടാ, ഇനിയിപ്പോ നിങ്ങളുടെയൊക്കെ പരിപാടി എന്തായിരിക്കും അറിയാമോ? മേ ബി മോർഫ് ചെയ്യും, അതൊക്കെ ചെയ്യും ഇവരതൊക്കെ ചെയ്യും. എനിക്ക് ഉറപ്പാണ്. ഒരിക്കലും ഇല്ല, എനിക്ക് ആ പരിപാടിയില്ല. പക്ഷെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആരെങ്കിലും കൊണ്ടുവരുന്നെങ്കിൽ അത് നീ എന്നെ വിളിക്കണ്ട, അത് ഞാൻ ചെയ്യത്തില്ല, അത് ഞാനല്ല. പക്ഷെ കാണും, അതുകൊണ്ടാണ് നീ ഇപ്പം ആ ഒരു വിഷയം എടുത്തു വെച്ച് പറയണത് ഇൻ അഡ്വാൻസ്. കാരണം നീ ആദ്യം വീഡിയോ ചെയ്തപ്പം അഫ്സലിന്റെ ഉമ്മ പറയണ മോശം വർത്താനം, നിനക്ക് വേണ്ടിയിട്ട് മോശം വർത്താനം അഫ്സലിന്റെ ഉമ്മ പറയുന്നുണ്ട്. അത് നീ തന്നെ എടുത്ത് പബ്ലിഷ് ചെയ്ത് എന്തിനാണെന്നറിയാമോ? ഞാനത് പബ്ലിഷ് ചെയ്യാതിരിക്കാനാണ്, അല്ലേ? അതിന് വേണ്ടിയിട്ടാണ് നീ അത് ചെയ്തത്, എനിക്കത് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഇത് നീ തന്നെ അങ്ങ് പബ്ലിഷ് ചെയ്യും. ഞാൻ ഉണ്ടാക്കിയാണെന്ന് പറഞ്ഞാൽ മതി, ഞാനും നാട്ടുകാരും വിശ്വസിച്ചോളൂ. ഞാൻ വിശ്വസിക്കും, ഞാൻ നിന്റെ ഒപ്പം തന്നെ, എനിക്കതിനകത്ത് വിശ്വാസമാണ്. മോർഫ് ചെയ്തതോ റിയലോ ഒക്കെ നീ വെച്ചോ, ഒരു കുഴപ്പമില്ല. ഞാൻ കാണിക്കുന്നതിന് മുമ്പേ നീ കാണിക്കുന്നതാണ് കുറച്ചുകൂടെ ജെനുവിൻ, മനസ്സിലായ? ഈ ത്രട്ടൺ കാളൊക്കെ ത്രട്ടണിങ് ഒക്കെ അത് അപ്പുറത്തോട്ട് മതി, ഇങ്ങോട്ട് എടുക്കത്തില്ല, എവിടെ എടുക്കൂല. ഇത് പറ്റൂല, ഇത് വേറെ ഇനമാണ്. അത് നിനക്ക് വഴിയെ മനസ്സിലാവും. വളരെ നല്ലൊരു ആപ്പാണെന്ന് ഞാനും കേട്ടു. അത് നിങ്ങൾ അതിൽ എന്ത് പണിയായി എടുക്കുന്നതെന്നൊന്നും എനിക്ക് അറിഞ്ഞില്ല. ഞാൻ അത് തിരക്കാൻ വന്നിട്ടുമില്ല, എനിക്കൊട്ടും അറിയേ വേണ്ട. നിങ്ങൾ അതിൽ എന്ത് കാണിച്ചാലും എന്റെ മാറ്ററേ അല്ല. പക്ഷെ നിങ്ങൾ ടാങ്കോയെ പറഞ്ഞ് എന്നെ വെച്ച് പറയുമ്പോൾ ക്ലബ് ഹൗസിൽ നിങ്ങൾ എന്തായിരുന്നു എന്ന്. മോളെ, ഇത് ആര് നിനക്ക് പറഞ്ഞു തന്ന്? ഇത് ക്ലബ് ഹൗസ് എന്ന് പറയുന്നത് ഒരു വോയിസ് മീഡിയമാണ്. അവിടെ 18+ പ്രത്യേകിച്ച് വിഭാഗമുണ്ട്, അതില്ലാന്ന് ഞാൻ തർക്കിക്കുന്നില്ല. അത് ഞാനിപ്പോൾ അതിനകത്ത് പോയി ഇരുന്നാലും അത് നീ സദാചാരവാദം പറയണ്ട, ഞാൻ അതിനകത്തുണ്ടായിരുന്നു. ഞാൻ ഭയങ്കര 18+ അല്ലേ ഇടി, അപ്പോൾ എനിക്ക് അതിനകത്ത് പോയി ഇരിക്കാം, കുഴപ്പമൊന്നുമില്ല. ക്ലബ് ഹൗസ് എന്താണെന്ന് അറിയണമെങ്കിൽ അതിനകത്ത് ചില ചർച്ചകൾ ഞാൻ സംഘടിപ്പിക്കുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഞാൻ കുറേ എൻ്റെ ടൈം ലൈനിൽ തന്നെ സേവ് ചെയ്ത് വെച്ചിട്ടുമുണ്ട്. അതിനകത്തുണ്ട് ഷെഫീന ക്ലബ് ഹൗസിൽ എന്താ പറഞ്ഞ് എന്താ ചെയ്തത്. എന്തായാലും അതിൽ എന്തായാലും നിനക്ക് ഈ പറഞ്ഞ കണക്ക് തുണിയില്ലാത്ത ഫോട്ടോയും ആളുകളെ പറ്റിക്കുന്ന സാധനവും ഒന്നും കിട്ടാൻ പോകുന്നില്ല. അങ്ങനെ ഒരു സാധനവും ക്ലബ് ഹൗസിൽ നിന്ന് കിട്ടത്തില്ല. അത് ഗൊത്തില്ല മോളെ, അത് ഒത്തില്ല, നിനക്ക് ഗൊത്തില്ല. പക്ഷെ ടാങ്കോയെ പറ്റി ഞാൻ പറയുന്നതിനേക്കാൾ, ഞാൻ ഇത്രയും വയസ്സായില്ലേ, എനിക്ക് ഈ ടാങ്കോ അപ്പം എന്താന്ന് പോലും അറിയില്ല. മോനോട് ചോദിച്ചു, അവനും അറിയത്തില്ല, സത്യമായിട്ടും അറിയത്തില്ല. എൻ്റെ കുട്ടി ആ ടാങ്കോയിലും ടൂങ്കോയിലും ഒന്നുമില്ല. പക്ഷെ ഇത് അറിയാവുന്ന, അതിലേക്ക് നീ വലിച്ചു കൊണ്ടുപോയൊരു കുട്ടി അവിടെ ഇരുന്ന് പറയുന്നുണ്ട്, അൽഫല. നീ വലിച്ചു കൊണ്ടുപോയ ഒരു ഗ്രൂപ്പ് സാധനം ഉണ്ടാക്കി കാണിക്കുമ്പോൾ ഇത് ശരിയായ ഒരു ആപ്പല്ലെന്നും അതിൽ ഞാൻ തുടർന്നു പോകാൻ താല്പര്യപ്പെടില്ല എന്ന് പറഞ്ഞ് അതിൽ നിന്ന് വാക്കൗട്ട് ചെയ്തൊരു പെൺകുട്ടിയാണ് അൽഫല. അതേ അവൾ തന്നെ വീഡിയോ ഇട്ട് അവിടെ ഇരുന്ന് പറയുന്നുണ്ട്. അവിടെ ഒന്ന് പോയി കേട്ട് നോക്ക്, അല്ലെങ്കിൽ നിന്റെ ഗുണ്ടാ ടീമിനെ അങ്ങോട്ടൊന്ന് അയക്കും. അവിടെ എഴുതിയിടുന്നുണ്ട് അൽഫലയാണ് കുഴപ്പം, അസ്ലാം ആർലിയാണ് കുഴപ്പം. ഒന്നുമല്ല, അത് കാണുന്ന എല്ലാ മനുഷ്യർക്കും മനസ്സിലാകും. നീയും കാപ്പിപ്പൊടിയും ചേർന്നുള്ള നല്ല ഫസ്റ്റ് ക്ലാസ് അവിഹിതവും അതിനകത്തുള്ള സാധനം. നീ എത്ര പേരെ മെയിൻറ്റെയിൻ ചെയ്യൂടി? ഭയങ്കര കഴിവാകട്ടോ. പാഞ്ചാലി തോറ്റുപോകും. നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾ എന്നെ കുട്ടികൾ പറയുന്നതാണ്, ഞാൻ മിണ്ടാതിരിക്കുന്നതിനനുസരിച്ച് നിങ്ങൾ എന്നെ കൊണ്ട് പറയുന്നതാണ് എന്റെ പൊന്നു മാടം എന്നെ കൊണ്ട് പറയുന്നതാണ്. ഓക്കെ, പിന്നെ നിങ്ങൾ അത്രയ്ക്കും എന്താ പറയുക ചീപ്പ് അല്ലാത്തത് കൊണ്ട് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് നീ എന്നെ പറ്റി അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞാൽ എനിക്കൊരു ഫീലിംഗും ഇല്ല. ഞാൻ തുള്ളൂല, ഞാൻ മോശമാണെന്നോ, ഞാൻ 4 കല്യാണം കഴിച്ചെന്നോ 40 പേർക്കൊപ്പോന്നൊക്കെ നീ പറഞ്ഞാൽ എനിക്കൊന്നും ഫീൽ ചെയ്യത്തില്ല. അങ്ങനെ ആണെങ്കിലല്ലേ ഞാൻ തുള്ളേണ്ടു. അങ്ങനെ അല്ല, അങ്ങനെ സമർത്ഥിച്ചുകൊണ്ട് സാമർത്ഥ്യക്കളിയുമായിട്ട് ഞാൻ വരത്തില്ല. അങ്ങനെ നീ തെറ്റിദ്ധരിക്കുക പോലും വേണ്ട. നിനക്ക് ഇഷ്ടമുള്ള പറയാം.
നീ എന്ത് അലിഗേഷൻ, നീ ഇപ്പം വേറെ ആൾക്കാരെ റെഡിപാടാക്കി കാപ്പിപ്പൊടി എല്ലാ യൂട്യൂബേഴ്സിനെ സെറ്റാക്കി വെച്ച് അവരെ കൊണ്ട് പറയിക്കുന്നുണ്ടല്ലോ, അവരെ കൊണ്ട് പറയുന്നുണ്ട്. അത്രയും ആൾക്കാർ നിന്ന് പറഞ്ഞാൽ പോലും എനിക്കൊന്നുമില്ല, എനിക്കത് ഫീൽ ചെയ്യില്ല. കാരണം ഞാനതല്ലാന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, മോള് തയ്യാറാണെങ്കിൽ നമുക്ക് ഒന്നിച്ച് ഒരു മെഡിക്കൽ ടെസ്റ്റ് നടത്താം. അപ്പം നമുക്ക് മനസ്സിലാവും എത്ര ഉണ്ടായിരുന്നു എത്രയാണ് എന്ന്. റിസോർട്ടുകളിൽ പോയി എന്ത് ചെയ്തു എന്നുള്ളത് അതിനകത്ത് തെളിയും കുട്ടി. ഞാൻ തർക്കിക്കാൻ വരത്തില്ല, നീ വന്നാ മതി. നിന്റെ ഈ ആറ്റിറ്റ്യൂഡ് കൊണ്ട് നഷ്ടപ്പെടുന്നത് നിന്റെ ഇമേജാണോ, എൻ്റെ ഇമേജ് അല്ല. എനിക്ക് ഇമേജ് ബാലൻസ് ചെയ്ത് നിൽക്കേണ്ട ഒരു കാര്യവുമില്ല. എനിക്കിനി ഈ വയസ്സുകാലത്ത് എനിക്ക് ഇനിയിപ്പോൾ ഒരു ഇമേജ് കീപ്പ് ചെയ്യണമെന്ന് എനിക്ക് ഒരു നിർബന്ധവും ഇല്ല. അത് വേണ്ടത് നിനക്കാണ്. അത് പരിധി വിട്ട് നീ കിടന്ന് തിളയ്ക്കുമ്പോൾ നിന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നവർക്ക് അതൊരു നിരാശ ഉണ്ടാക്കി കൊടുക്കും. എന്താണെന്നറിയാമോ? സത്യത്തിൽ അവരെ നീ ആക്രമിക്കുകയും അപമാനിക്കുകയാണ് ചെയ്യുന്നത്. അവര് നിരുപാധികം നിനക്ക് വേണ്ടിയിട്ട് എൻ്റെ താഴെ വന്ന് ഭയങ്കര കമന്റ് ഇടലാണ്. അവരോട് നീ ചെയ്യുന്ന ഏറ്റവും മോശപ്പെട്ട ഒരു കാര്യം, നീ എന്നെക്കാൾ വൾഗറായി തെറി വിളിക്കുന്നവളാണെന്ന് അവർക്ക് മനസ്സിലാവുന്ന ഈ 2 വീഡിയോ ഇരുന്ന് കണ്ടാൽ മതി. നീ കുളിച്ചൊരുങ്ങി 2 മേക്കപ്പ് സെറ്റും എടുത്ത് ആ തൂക്ക് തട്ടിൽ വന്നിരുന്നിട്ടൊന്ന് നാടി കാണിയില്ല. ഈ ഷെഫീനാരുടെ അടുത്ത് കൊഞ്ചാൻ വരല്ലേ, കേസ് അത് ഞങ്ങളൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ നിനക്കെതിരെ ഉണ്ടാക്കുന്നുണ്ട്. ഇച്ചിരി സമയം എടുക്കും, അത്രയേ ഉള്ളൂ. നീ എടുത്തു പിടിച്ചോ, നീ പ്രതീക്ഷിക്കല്ലേ. നീ ഇനി അതുപോലൊരു ക്രീമും കൊണ്ട് ഇറങ്ങിയാൽ നിനക്ക് തീർച്ചയായിട്ടും ഇൻഡാസും കൊണ്ട് ഞങ്ങളും വരും. അത് ഞങ്ങൾ കാണിച്ചു തന്നാൽ പോരെ. എൻ്റെ പ്രൊമോഷനും എൻ്റെ KUNNA ഒക്കെ ഞാൻ കാണിച്ചു തരാം. അതൊക്കെ ഇനി കരിപ്പൊടിയുടെ കൂടെ പോയിരുന്ന് അങ്ങ് ഉണ്ടാക്കി വെച്ചാൽ മതി. ഇങ്ങനെയും കിടന്ന് എന്ത് പറയുന്നത് അങ്ങോട്ട് മെഴുകാൻ അറിയാത്തത് കൊണ്ട് ഞാൻ നിർത്തുന്നു. പിന്നെ കൂട്ടിയിട്ട് കത്തിക്കുകയും കത്തിച്ച് വലിക്കാത്തതുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങളൊക്കെ കൂട്ടിയിട്ട് കത്തിക്കുന്നത് അണ്ടാവി കലക്കി കുടിക്കുന്നതൊക്കെ. അണ്ടാവി കലക്കി കുടിക്കുകയും കൂട്ടിയിട്ട് കത്തിച്ചതിൻ്റെയൊക്കെ പ്രതിഫലനം കൊച്ചു കാണിക്കുന്നുണ്ട്. അതിരുന്നുണ്ട് വിഴിഞ്ഞ് ഞാൻ ഇപ്പം കഴിച്ചത് മരുന്നാണ്, ഗുളികകളാണ് ഞാൻ കഴിച്ചിട്ടുള്ളത്. അത് എനിക്ക് കാൽ സുഖമില്ലാത്തതുകൊണ്ട് അതിനുള്ള മെഡിസിനാണ് കഴിച്ചത്. അണ്ടാവിൽ കൂട്ടിയിട്ട് കത്തിക്കുന്ന പരിപാടിയൊന്നും എനിക്കില്ല. അതൊക്കെ ചെയ്ത നീയാണ്. അതുകൊണ്ടാണ് നീ അവിടെ ഇരുന്നുകൊണ്ട് തുള്ളി മറിഞ്ഞ് കുത്തി മറിഞ്ഞ് ഓരോ ഡാൻസുകൾ കാണിക്കുന്നത്. ഇങ്ങനെ ആളുകൾ സമയത്ത് കമന്റ് ബോക്സ് എടുത്ത് വെച്ച് വായിച്ചു നോക്കൂ. നാട്ടുകാർ ആരെയാണ് വെച്ച് കയറുന്നത്, ആരുടെ മുഖം മൂടിയാണ് ഇളകി വീണത്, ആരെയാണ് മനസ്സിലാവും. അത് നാട്ടുകാരല്ല, നിന്റെ ഫാൻ ആളുകാരാണ്. ടാങ്കോയിലുള്ള നിന്റെ കോവർക്കേഴ്സിൻ്റെ ആൾക്കാരും നിന്റെ കുടുംബക്കാരുമായിരിക്കും. അത് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അല്ല. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ താരം എനിക്ക് തോന്നുന്നു 1000-ന് മേളിൽ വീഡിയോസ് ഞാൻ ഷെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരുപാട് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. നീ കണ്ടിട്ടില്ല, പോയി നോക്ക്. ഒരുപാട് കമൻസ്, അവിടെ ഇഷ്ടമാതിരി കമൻസ് ഉണ്ട്. അതിലെല്ലാം തന്നെ കൃത്യമായിട്ടുണ്ട്. ഇതൊരു സ്ട്രാറ്റജിയാണ്. കമൻറ്റ് മാത്രം നോക്കി ചിലർ. ഞാനും അങ്ങനെ തന്നെ. ചില വീഡിയോസ് കാണുമ്പോൾ കുറച്ച് ലാഗ് അടിച്ചാൽ, കുറച്ച് ലെങ്തി ആണെങ്കിൽ കമൻറ്റ് നോക്കും. എന്താണ് അതിൻ്റെ ഇതിവൃത്തം എന്നറിയാൻ കമൻറ്റ് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഈ കമൻറ്റിലേക്ക് പാഞ്ഞു വന്ന് നോക്കുമ്പോൾ ഇത് മുഴുക്ക വേറെ എന്തൊക്കെയാണ് പറയണത്, എന്നാൽ ഇട്ടേച്ച് പോകാമെന്ന്. പക്ഷെ തെറ്റിദ്ധരിച്ചു പോയി. നീ ഇടുന്ന കമൻറ്റ് കൊണ്ടാണ് ഇതിനകത്ത് എന്തോ ഉണ്ടെന്ന് തെറ്റിദ്ധരിച്ച് ആളുകൾ കൂടുതൽ കാണുന്നത്. നീ കണ്ട ഇതിന് മുമ്പുള്ളതൊക്കെ 16 ഞാൻ ആ പെങ്കൊച്ചിനെതിരെ ചെയ്ത് പിന്നെ തനൂജയ്ക്ക് വേണ്ടി ചെയ്തപ്പോൾ തനൂജ പറഞ്ഞാണ് ഞാൻ വ്യൂവിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. സത്യമായിട്ട് വ്യൂ ഇല്ല, 16K എങ്ങാണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം നീ നോക്ക് 60-70Kയൊക്കെയാണ് എൻ്റെ വ്യൂ. നീ എൻ്റെ വ്യൂ കുറയാൻ വേണ്ടിയിട്ടാണ് ആ സർക്കസ് കാണിക്കുന്നത്. പക്ഷെ റിവേഴ്സ് എഫക്റ്റാണ് വരിക. എനിക്ക് വ്യൂ ഇൻക്രീസ് ആണ് ചെയ്തിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് നീ ഇപ്പം പറഞ്ഞല്ലോ അവിടെ പോവണ്ട ചെയ്യണ്ട എന്നത് നീ ആദ്യമേ പറയണമായിരുന്നു. ഈ കമൻറ്റ് കണ്ടാലോ 10 പേര് അവിടെ നിന്നുകൊണ്ട് ഒച്ചയിട്ടാലോ ഒന്നും ഞാൻ എൻ്റെ അഭിപ്രായം മാറ്റി പറയത്തില്ല. ഞാൻ പറഞ്ഞിടത്ത് തന്നെ ഉറച്ചു നിൽക്കുന്നു. ഇപ്പം നീ ഇത് കുറേ അധികം അമരാവധ വർത്തമാനമൊക്കെ പറയണം. നമുക്ക് ഇതിനി ബാക്കിയുള്ളവർ ഡീൽ ചെയ്തോളൂ. നമ്മൾ ഇതിനകത്ത് കൂടുതൽ വർത്തമാനത്തിനൊന്നും പോകണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. കുറേ അധികം കാര്യങ്ങൾ വേറെ ഉണ്ട്, അതുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പം ഈ വിഷയത്തിൽ എൻ്റെ കൺക്ലൂഷനാണിത്. കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ അത് അവസാനിച്ചു എന്നല്ല, നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞാണ്. അൽഫലയുടെ വിഷയം ഞാൻ കൃത്യമായിട്ട് എടുത്തിട്ട് ഞാനൊരു വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിലുണ്ട് അൽഫല എന്ന കുട്ടി ഇവരുടെ യഥാർത്ഥ സ്റ്റോറി വ്യക്തമാക്കുന്നുണ്ട്. പക്ഷെ അത് കുട്ടി പറയാതെ പോയ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നു. ആ പെൺകുട്ടിയെ അതിഭീകരമായ സൈബർ ബുള്ളിയിങ്ങിന് വിട്ടുകൊടുത്ത ഒരാളാണ് കാപ്പിപ്പൊടി MDMA. അവൻ്റെ ആ വീഡിയോസിന് ജെനുവിനിറ്റി ഉണ്ടാക്കാൻ വെച്ചിട്ടാണ് ആ കുട്ടിക്ക് ജെനുവിനിറ്റി ഉണ്ടാവാതിരിക്കാനും ആ കുട്ടിക്ക് റീച്ച് കിട്ടാതിരിക്കാനും വേണ്ടി ആ കുട്ടിയെ പൊതുസമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തേണ്ട ഒരു ആവശ്യകത, അവൻ്റെ വീഡിയോയ്ക്ക് അവിടെ നിലനിൽക്കേണ്ട ഒരു ആവശ്യകത, അവൻ്റെ ചാനൽ നിലനിൽക്കാൻ വേണ്ടിയിട്ട് അവൻ കാണിച്ചൊരു പേക്കൂത്താണ്
ഈ കണ്ട ഡ്രാമ അത്രേ. ഇതിൽ ഈ പെൺകുട്ടികളെല്ലാം ഒന്നടങ്കം പോയി പെട്ടു. ഇതിൽ ഏറ്റവും വലിയ വില്ലത്തിയായി നിൽക്കുന്നത് ദാ ഈ ജമ്മമാണ്. ഈ ജമ്മ അതങ്ങ് ഓപ്പൺ ആയിട്ടൊക്കെ പറഞ്ഞാൽ പ്രശ്നം തീർന്നേനെ. പക്ഷേ അല്ല ഉല്ല അല്ല പുല്ല എന്ന് പറയുമ്പോൾ ഉടുപ്പ് ഊരിക്കളയുന്ന ഇതോടുകൂടി സ്വന്തം ജീവിതത്തിൽ വരുന്ന, തന്നെ സ്നേഹിച്ച് കൂടെ വരുന്നവരെ എല്ലാം നാണം കെടുത്തുന്ന രീതിയിൽ കുറേ തോന്നിവാസങ്ങൾ കാണിച്ചു നിൽക്കുന്ന ഒരു പക്വതയും ഇല്ലാത്തൊരു സാധനം. പിന്നെ പലരും വന്നിട്ട് അവൾ ചത്താൽ എന്ത് ചെയ്യും, ഇവൾ ചത്താൽ എന്ത് ചെയ്യും. അവൾ ചത്താൽ അവരെ വീട്ടുകാരെടുത്ത് കുഴിച്ചിടും. എനിക്കൊരു കുന്തവും സംഭവിക്കാനില്ല. ഈ പറയുന്ന ആക്രമണങ്ങൾ ഇങ്ങോട്ടും വന്നിട്ടുണ്ട്. അതുകൊണ്ട് അവർ പറയുന്ന ആക്രമണം കേട്ടുകൊണ്ട് ഞാനെടുത്ത് ചാവാനൊന്നും പോയിട്ടില്ല. 1 or 2 പേരാണ്. ഒരു സംഘം ആളുകൾ അപ്പുറത്ത് നിന്നുകൊണ്ട് ആക്രമിക്കുന്നില്ലേ, ഞാൻ നിൽക്കുന്നില്ലേ, അത്രയേ ഉള്ളൂ. ഞാൻ ചത്താൽ എൻ്റെ മോനെടുത്ത് കുഴിച്ചിടും, അത്രയേ ഉള്ളൂ. അതിനപ്പുറം അതുകൊണ്ട് ആരെടുത്തും ഇണ്ടാസും കൊണ്ടുവരാനൊന്നും നടക്കുന്ന കാര്യമല്ല. പക്ഷേ അങ്ങനെ ഭയപ്പെടേണ്ട കുറച്ച് പേരുണ്ട്. ഒരാളുടെ ജീവിതത്തിലേക്ക് അതിക്രമിച്ച് കടന്നു കയറി അയാളെ നശിപ്പിക്കാനെന്ന് മാത്രമല്ല പിന്തുടർന്ന് ആക്രമിക്കുകയും ചെയ്ത കാപ്പിപ്പൊടിക്ക് അൽഫല നല്ല പാഠം പഠിപ്പിക്കുന്നുണ്ട്. കേസ് അവിടുന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് ആ കുട്ടിക്കുള്ളതാണ്. പെർഫെക്റ്റ്ലി ഡൺ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ആ മോളത് ചെയ്തത്. അതിനെനിക്ക് ആ കുട്ടിയോട് തീരാത്ത കടപ്പാടുണ്ട്. നന്ദി. ഇപ്പോഴും ഞാൻ പറയുന്നു, അൽഫലയ്ക്ക് എന്ത് സപ്പോർട്ട് വേണമെങ്കിലും എന്നെ സമീപിക്കാം. ഞാനുണ്ടാവും കൂടെ. എന്തിനും. ഇതുവരെയും അങ്ങനെ ഒരു അവസ്ഥ എൻ്റെ അടുത്ത് ആ കുട്ടി പറഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ തുറന്നു പറയുന്നു, പബ്ലിക്കിൽ പറയുന്നു, നിൻ്റെ ഒപ്പം, നിനക്ക് നീതി കിട്ടാൻ നിൻ്റെ ഒപ്പം ഞാൻ ഉണ്ടാകും. അത് ആ കുട്ടിക്ക് കൊടുത്ത അതേ വാക്ക് തന്നെയാണ് നിനക്ക് പറയാൻ, നിന്നോട് പറയാനുള്ളത്. നിന്നെ ആരും തൊടില്ല, നിന്നെ ആരും ഒന്നും ചെയ്യാനും പോകുന്നില്ല. ധൈര്യമായിട്ട് നിൽക്കാം. നെടുമങ്ങാട്, തിരുവനന്തപുരം. തെളിയിച്ചു നീ തെക്കത്തിയാന്ന്. താങ്ക് യു സോ മച്ച്. അപ്പം ശരി, എന്തായാലും കമൻറ്റ് ബോക്സ് ഒന്നും ഞാൻ തുറക്കുന്നില്ല. അവിടുന്ന് തന്നെ വന്നല്ലോ. ആദ്യം ഖൈസിൻ്റെ വക വന്നിട്ടുണ്ടായിരുന്നു. കമൻറ്റ് വായിക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ടെന്ന്. അപ്പം ഇവരുടെ ഒരു വലിയ ടീം വർക്കാണത്. ആ ടീം വർക്ക് നമ്മൾ മറുപടി കൊടുക്കാതെ, കാണാതെ, ഇഗ്നോർ ചെയ്യുന്നതാണ് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞാനത് വിടുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ നമ്പർ അറിയാവുന്ന നിങ്ങൾക്ക് എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കാം. എന്തെങ്കിലും വിമർശനങ്ങളോ ഇതിലെന്തെങ്കിലും തിരുത്തുകളോ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ കമൻറ്റ് അവിടെ ഇടണ്ട, എനിക്ക് നേരിട്ട് അയക്കുക മാക്സിമം. ബിക്കോസ് ഞാൻ അതിനകത്ത് ഒരുപാട് റെസ്ട്രിക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കമൻസിന് ലെവൽ ലിമിറ്റ് ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ അതിനകത്ത് കൊടുത്തിരിക്കുന്ന ഒരു വേർഡ് ജാസ്മിൻ എന്ന പദമാണ്. അത് തീരെ റെസ്ട്രിക്റ്റ് ചെയ്തതാണ്. അതെനിക്ക് തീട്ടത്തിനേക്കാൾ വെറുപ്പുള്ളൊരു സാധനമാണ്. ഈ പൂവിനോടല്ല, ആ പേരിനോട് അത്ര വെറുപ്പാണ്. അപ്പം അതിനെ ഞാൻ റെസ്ട്രിക്റ്റ് ചെയ്ത് മാറ്റി നീക്കി നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അത് റിലേറ്റ് ചെയ്ത് കമൻറ്റ് ഇടാതിരുന്നാൽ ബാക്കിയൊക്കെ വരും. അതുമാത്രം നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക, വേറെ ഒന്നുമില്ല. ഇങ്ങനെ ഒരു അനവസരത്തിൽ എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോയ്ക്ക് വേണ്ടി വരേണ്ടി വന്നത് മറ്റൊന്നുകൊണ്ടുമല്ല. ഞാൻ എഴുന്നേറ്റത് കുറച്ച് ലേറ്റായിപ്പോയി. രാത്രി നല്ല ലേറ്റായാണ് ഉറങ്ങിയത്. നല്ല എക്സ്ട്രീം ലേറ്റായിട്ടാണ് ഉറങ്ങിയത്. ഒന്നാമത്തെ കാര്യം, ഇന്ന് വെള്ളിയാഴ്ചയാണ്, കുറേ അധികം പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് രാത്രി ഫൈനലി ചെയ്ത് ഞാൻ ആ വീഡിയോയും എഡിറ്റ് ചെയ്ത ശേഷമാണ് ഉറങ്ങാൻ കിടന്നത്. ഞാൻ ഇപ്പോഴാണ് എഴുന്നേറ്റത്. അതുകൊണ്ട് മാത്രമാണ് ഇത്രയും നേരത്തെ വന്നത്. കാരണം കുറേ നേരം കൂടെ വെയിറ്റ് ചെയ്ത് 9 മണിക്കാണ് മിക്കവാറും എൻ്റെ ഒരു ഇതിന് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. സോ അത് വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് ഏർലി വന്നു എന്നേ ഉള്ളൂ. ഓക്കെ, ശരി. ഇനി അത് കമൻറ്റ് കാണുന്നുണ്ടോ കുട്ടു? നീ ബിസിയാണോ? ഏത് നേരവും ഗെയിം കളി, എന്താ ചെയ്യാന്നുള്ളത്. എനിക്ക് എന്നെ കാണാൻ പറ്റുന്നില്ല. എവിടെ ഞാൻ പോയാ? ഓക്കെ, കമൻ്റ് ഒന്ന് എടുത്ത് നോക്കട്ടെ ജസ്റ്റ്. അന്ന് മൃണാൾ ഇവരുടെ കിക്കിനെ പറ്റി പറഞ്ഞപ്പോൾ അയാൾക്ക് ഒരുപാട് സൈബർ അറ്റാക്ക് വന്നു. അപ്പോൾ എനിക്ക് ഇവരെ സംശയം തോന്നി. സത്യം, അത് മനസ്സിലാക്കിക്കോ. അതാണ് ഞാനന്ന് മൃണാളിന് വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടായിരുന്നോ? അജു മല്ലു ടാക്ക്. എന്തല്ലേ നീ എന്ത് ചെയ്യുന്നു? ഡിറ്റാ
ഓ, ഞാൻ എൻ്റെ ശ്രദ്ധിക്കാൻ വേണ്ടി ആ കൊച്ച് റെഗുലർ ഇട്ടുണ്ട്. സോറി കേട്ടോ, ഞാൻ കമൻറ്റ് തുറക്കാത്തതാണ് കേട്ടോ. അജു മല്ലു ടാക്സ്, താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് കമൻറ്റ്. ഷാഹുൽ ഹമീദ്, ഊർജം കുറയല്ലേ? അയ്യോ അല്ല, ഞാൻ ഉറക്കെഴുന്നേറ്റതേ ഉള്ളൂ സത്യമായിട്ട്. ഇത്രയും നേരം പോത്തോലെ കിടന്നുറങ്ങായിരുന്നേ. റംസിയ, എന്തിനാ ഇത്ത വീണ്ടും വീണ്ടും അവരുടെ പിറകെ പോകുന്നത്? അവരെങ്ങനെയെങ്കിലും ജീവിക്കട്ടെ, എന്തിനാ അവരുടെ പ്രശ്നങ്ങൾ നിങ്ങൾ വലിച്ചെടുത്തത്? അത് ഒരു പൊതു പ്രോബ്ലമാണ്. അത് ഒരാളുടെ പ്രശ്നമായിട്ടല്ല. അത് അൽഫല എന്ന കുട്ടി അവിടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. കൊച്ചു പോയി നോക്ക്, കൊച്ചിനത് ഓക്കെ ആണെങ്കിൽ ഓക്കെ. ഓ, ഇവർ പ്രാവിയൊന്നും എനിക്കിപ്പോൾ ഒന്നും വരാനില്ല. ഇവരുടെ വാ അടയ്ക്കാൻ ആരും, അള്ളാഹുവേ ആരുമില്ല. ആ അള്ളാഹുവാണ് എന്നെ കൊണ്ട് വായി തുറപ്പിച്ചെന്നുള്ളതാണ് വസ്തുത. കള്ളി, ആ ശരിയാ ശരിയാ. അതെ, ഞാൻ പോത്ത് തന്നെ, അതിനിപ്പോ എന്ത്? ആ, ഈ തള്ളച്ചിക്ക് ആരും വ്യൂ ഉണ്ടാക്കി കൊടുക്കല്ലേന്ന് എത്ര പേര് വാച്ച് ചെയ്യണമെന്നറിയോ? തള്ളച്ചിക്ക് വ്യൂ താനേ വന്നോളും, ടെൻഷൻ അടിക്കണ്ട. എഴുതിയിട്. എന്താ പ്രശ്നം സംഗതി? വീഡിയോ ഒന്ന് ഫുള്ള് കണ്ടാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകും. മൈലാഞ്ചി മുഞ്ചെ, നിന്റെയൊക്കെ മാപ്പിളമാരെ പോലെ അല്ല ഇവിടുത്തെ ആള് സ്ത്രീക്ക് നല്ല സ്വാതന്ത്ര്യം കൊടുക്കുന്ന ആളാണ്. അതിനൊന്ന് കമ്പാരിസൺ നടത്തണ്ട. റസീന, വ്യൂ നോക്ക് മക്കളെ, ഇന്ന് അത്രയുള്ളോളടേ, അത്രയുള്ളോള്. എഴുതിയിടട്ട് അത്താണ് കണ്ടുപറ. ആ, റിപ്പോർട്ട് അടിക്കാൻ. നിങ്ങൾ 2-3 ദിവസമായിട്ട് മത്സരിച്ച് റിപ്പോർട്ട് അടിച്ചിട്ടും തീരുന്നില്ലേടെ, പോകുന്നില്ലല്ല. ബിഗ് ഫാമിലി AD വ്ലോഗ്, ഈ കൊട്ട് നിനക്ക് നല്ല അറിയാലോ. ഇങ്ങനെ തെറി കേൾക്കാനും വേണം ഭാഗ്യം. തന്തയില്ലാത്തൊരു പലതും പറയും. അതിനൊക്കെ നമ്മൾ പട്ടികൾ കടന്ന് കുരയ്ക്കണമെന്ന് നമ്മൾ തിരിച്ചു കുരയ്ക്കും. അവിടെ കടന്ന് കുരയ്ക്കട്ടെന്ന്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു നാണം കെട്ട ജന്മത്തിനെ കാണാൻ. അത് സ്വാഭാവികമാണ്. കാരണം 1947 കൂടി കുറേയധികം നാണം കെട്ട ജന്മങ്ങൾ മൗത്തായിപ്പോയി. പിന്നെ വളരെ കുറച്ച് പേരേ ഉള്ളൂ ഇപ്പം ജീവിച്ചിരിക്കുന്നതിൽ, കുറച്ച് പേരേ ഉള്ളൂ നാണം കെട്ടവർ. അവർ ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഈ രാജ്യം ഇങ്ങനെ നിലനിൽക്കുന്നത്. അത്ര നാണം കെട്ട ആൾക്കാർ ഇവിടെ നെസസറിയാണ്. സീരിയൽ പരമ്പര. വേശ്യാലയത്തിൽ നിന്ന് നിന്റെ മോന് പെണ്ണ് കിട്ടുമായിരിക്കും. മൈമൂന, അത് പിന്നെയും പ്രസ്റ്റീജാണ്. അങ്ങനെ ഏതെങ്കിലും കുട്ടി അങ്ങനെ പെട്ടു നിൽക്കുന്ന അതിന് ആഗ്രഹമുണ്ടെങ്കിൽ കെട്ടിച്ചു കൊടുക്കും. അതിനൊരു ഡിഗ്നിറ്റി ഉണ്ട്, അതിന് തീർച്ചയായിട്ടും ഒരു ഡിഗ്നിറ്റി ഉണ്ട്. അതിലെന്താ കുഴപ്പമിരിക്കുന്നത്? ഞാൻ ഭയങ്കര പതിവ്രത എന്ന് പറഞ്ഞ് വേശ്യാലയം നടത്തുന്നവരെക്കാൾ എത്രയോ മേന്മയാണ് വേശ്യാലയത്തിൽ പെട്ടുപോയ ഒരു കുട്ടി. അതിലെന്താ കുഴപ്പം? വീട്ടിലെ ആണിന് നട്ടലില്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. നിനക്ക് വീട്ടിലെ ആള് നട്ടലുണ്ടല്ലോ, അതുപോലെ. ഷെഫീനാത്ത, ഉള്ളു തുറന്ന് സംസാരിക്കുന്നവരെ പണ്ടേ സമൂഹത്തിന് കണ്ടൂടാ. മം ഓഫ് മൈ കുഡൂസ്, ഇറ്റ്സ് ഓക്കെ. നിങ്ങൾ എനിക്ക് വേണ്ടി കമൻറ്റ് ഇടരുതേ ദയവ് ചെയ്ത്. കാരണം കാര്യമില്ല, എനിക്കിത് കിട്ടത്തില്ല. അതുകൊണ്ട് നിങ്ങൾ കമൻറ്റ് ഇടരുത് കേട്ടോ, താല്പര്യമില്ല. ഇത് ഇവരുടെ സെക്ഷനാണ്, നമുക്ക് വിട്ടുകൊടുക്കാം. അൽഫല ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാനത് കുറച്ച് ഭാഗം എടുത്തിട്ട് ഞാനത് റീക്രിയേറ്റ് ചെയ്ത് ഞാൻ ഒരു വീഡിയോ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അതിനകത്ത് കൃത്യമായ എന്താണ് പ്രശ്നമെന്ന് കൃത്യമായിട്ട് അതിനകത്തുണ്ട് കേട്ടോ. വെറുതെ അല്ല നിന്റെ ഹസ്ബൻഡ് നിന്നെ വിട്ടിട്ട് പോയത്. പോയി ശവം നടക്കടി, എന്തൊരു പോയി സ്വഭാവം നന്നാക്ക് എടി മോളെ. ഓ, ഇനിയിപ്പോൾ ഈ വയസ്സുകാലത്ത് സ്വഭാവം നന്നാക്കിയിട്ട് എനിക്ക് ഒന്നിനും താല്പര്യമില്ല. ഇനിയിപ്പോൾ ഇങ്ങനെ അങ്ങ് ഇരുന്നോട്ട്. ആണും പെണ്ണവും കെട്ടവനാണ് നിന്റെ മോൻ. അതെ, അവൻ ആണും പെണ്ണും കെട്ടവന. അത് ഞങ്ങളങ്ങ് സഹിച്ചു.
അസ്ലയുടെ ഹസ്ബൻഡ് കാര്യം എന്തോ ചേച്ചി അറിയാം, അത് പറ. അഞ്ജു, അതെനിക്കറിയാം, പക്ഷെ ഞാൻ അത് പറയൂല. ബേസില, നിങ്ങളും ജാസ്മിനും എങ്ങനെയാണ് പരിചയം? എനിക്ക് ആ കുട്ടിയെ പരിചയമില്ല. ഒരു ദിവസം എന്നെ പെട്ടെന്ന് ഒരു ദിവസം വെളുപ്പിനെ 4 മണിക്ക് ഇങ്ങോട്ട് കോൾ ചെയ്താണ്. എനിക്ക് ആ കുട്ടിയെ പരിചയമില്ല. കുഴപ്പമില്ലാത്തത് നീ ഒരു വേശ്യ. ആയിക്കോട്ടെ, ഇനിയിപ്പോൾ നിനക്കെന്താ? ഇതിപ്പോൾ അങ്ങനെ ആയാൽ നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിന്റെ വീട്ടിൽ ആരെങ്കിലും ഞാൻ പിടിച്ചുവിടെ വെച്ചിരിക്കുന്നു? അങ്ങനെ ഇല്ലല്ലോ. അങ്ങനെ തന്നെ. ഇനിയിപ്പോൾ എന്ത്? അത് 1500 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു തന്തിയാനില്ലേ, ഓൻ്റെ തള്ള അതായിരുന്നു. അത് കുഴപ്പമില്ലാത്ത നിങ്ങൾക്ക് ഞാനായാലും എന്തിപ്പോൾ എന്താ കുഴപ്പം വരുന്നത്? അഞ്ജു കണ്ണൻ, അസ്ലയുടെ ഹസ്ബൻഡിൻ്റെ കാര്യം എന്തോ അറിയാൻ. ഞാൻ അത് പറയത്തില്ലപ്പാ. ഇപ്പോൾ കഴിച്ചത് ഏത് ബ്രാൻഡ്? വിസ്കി. നല്ല ഫസ്റ്റ് ക്ലാസ് വിസ്കിയാണ്. കളർ കണ്ടില്ലേ? ഓട്കയും വിക്സിയും കൂടെ കലക്കിയതാണ്. സ്വാതന്ത്ര്യം ഒരാൾ അനുവദിക്കണോ? അത് ഷാവുൽ അമീദ്, അത് ചോദ്യം. പക്ഷെ അത് ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടല്ലേ? നമ്മളത് പറയേണ്ടി വരും. മുതുക്കെ ക്ലബ്ബമ്മായി ക്ലബ് ഹൗസ് കിങ് എന്നാ പറയണേ, ക്ലബ് ഹൗസ് റാണി എന്നാ ഞാൻ പറയണേ. അങ്ങനെ പറഞ്ഞു. ക്ലബ് ഹൗസിനെ താട്ടിപ്പടയ്ക്കുന്ന ക്ലബ് ഹൗസിലെ ഭയങ്കരമായ സംഭവ ബഹുലമായ ഒരു ക്ലബ്ബുണ്ട്. കോണ്ടംപററി, ഇപ്പോൾ എന്നെ അടിക്കാൻ വരുവാൻ. കോണ്ടംപററി തോട്ട്സ്, സമകാലിക വിഷയങ്ങൾ, സമകാലിക ചിന്തകൾ. അതെ, അതിൻ്റെ ചീഫ് മോഡാണ് ഞാൻ. ക്ലബ് ഹൗസിലെ ഏറ്റവും നല്ല വാർത്തകൾ, നല്ല വിഷയങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ക്ലബ് ഹൗസ് റാണിയാണ് ഞാൻ. മാത്രവുമല്ല, എൻ്റെ ക്ലബ്ബ് ഒരു വിഷയമെടുത്താൽ ബാക്കിയുള്ളവർ അത്രയും ഒന്ന് ഞെട്ടുങ്ങും. പിടുക്ക് വിറയ്ക്കുന്ന കണക്ക് അവരെ തിരിച്ചിട്ട് ഞാൻ കൊടുക്കും. പിന്നെ ക്ലബ് ഹൗസിൽ വേറൊരു വിഭാഗമുണ്ട്, കുത്തുകോലായി എന്ന് പറയും. ഡാഡ്കാലായി, അത് മുറിയണ്ടികളുടെ കോലായിയാണ്. അവിടെ നടക്കണ മൊത്തം വ്യഭിചാര, അപരാധ, അമരാവധവുമാണ്. അതിനകത്തൊരു കിങ്ങുണ്ട്, ഒരു റാണിയുണ്ട്, സമീമ എന്ന് പറയും. ഡാക്ടർ സമീമ. അങ്ങനെ പറയണ അവിടെ ഉണ്ട്, ഇല്ലാതില്ല. അത് നമ്മൾ പറയണില്ല. അതേ നിനക്ക് തന്തയില്ലാത്തതാണെന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുന്നു. ബയോളജിക്കലി നടക്കാത്ത കാര്യം പറയും. തന്തയില്ലാതെ ആരും ജനിക്കത്തില്ല. പല തന്തകൾ എന്ന് മാറ്റി പറ. ഈ ഡയലോഗ് മറന്നുപോയാ? മഹേഷ് ചന്ദ്രൻ, പൊടി ടാങ്കോ ചേച്ചിന്ന്. അയ്യ മോളെ ഫിദ, കമൻറ്റ് മാറിപ്പോയി. അത് അപ്പുറത്താ, അത് ഞാനല്ല. എനിക്ക് ടാങ്കോ എന്താന്ന് പോലും അറിയാം. ഞാൻ ക്ലബ് ഹൗസ് കാര്യമാണ്. നിങ്ങൾ ക്ലബ് ഹൗസ് എന്ന് പറയാം. എനിക്കത് ഇഷ്ടപ്പെട്ടു. ഷംല ഫഹസാൻ, ഹായ്. മഹേഷ് ചന്ദ്രൻ, ടാങ്കോ അമ്മായി. ചേച്ചി ഇങ്ങനെ തന്നെ സ്ട്രോങ് ആയിപ്പോ. അഞ്ജു കണ്ണകേര്, പോയി ചാവാൻ പറയടാ വെറ്റുള്ളടത്ത്. മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്തിനാ കയറി ഇടപെടുന്നത്? എൻ്റെ ജീവിതത്തിൽ അവരിടപെട്ടു, ഞാൻ തിരിച്ചിടപെട്ടു. അതിനിപ്പോൾ എന്താ? മിണ്ടായിരിക്കണോ? അതിന് ഞാൻ മദ്രസയിലല്ല പഠിച്ചത്, ഞാൻ പള്ളിക്കൂടത്തിലാണ് പഠിച്ചത്. എടി, എനിക്ക് നിന്നെ നല്ലോണം അറിയാം. നിന്റെ അതും ഞാൻ പുറത്തു കൊണ്ടുവരുന്നുണ്ട്. അയ്യോടാ, ഞാനേ ഇന്നിപ്പോൾ ഞാൻ വല്ല ഇച്ചിച്ച് മുള്ളിയപ്പോഴത്തേക്ക് ഒരു സാധനം പോയി, അതും കൂടെ എടുത്ത് കൊണ്ടുപോവാ. ഫോട്ടോ പിടിച്ച് കൊണ്ടുപോവാ. നീ വേണം ബാത്റൂമിൽ കൊണ്ടുവന്നൊരു ക്യാമറ വേ. അപ്പം ഞാൻ ടൂറിനെ മോളിനെയും കൂടെ പിക്ചർ എടുക്കാം, എന്നിട്ട് അതും കൂടെ കൊണ്ടുപോകണം. അയ്യോ പേടിച്ച് പാടായിടിച്ച്. എൻ്റെ ചങ്ങല കാണിച്ചതാണ്. അത് കൊതം കാണിച്ചു തരാൻ പറഞ്ഞാൽ കാണിച്ചു തരാൻ. ചങ്ങലയൊന്നും എനിക്ക് കാണിച്ചു തരാൻ അറിയത്തില്ല. ഉള്ളതല്ലേ കാണിക്കാൻ പറ്റൂ. രമേശ് ഉള്ളനെ കണ്ടില്ലല്ലോ, അറിഞ്ഞില്ലേ? നെറ്റ് എനിക്കും പോകുന്ന ഇടയ്ക്കിടയ്ക്ക്. എന്തു പറ്റിയാന്തോ? നാട്ടുകാരെ നന്നാക്കാൻ നടക്കുന്നു, സ്വയം നന്നായിക്കൂടെ? അല്ല, ഇന്നിപ്പോൾ ഇനിയിപ്പോൾ രാത്രി നന്നായാൽ ബുദ്ധിമുട്ടാവത്തില്ലേ? നാളെ രാവിലെ നന്നായാൽ പോരെ? അല്ലേ? നാളെ രാവിലെ കുഴപ്പമുണ്ടോ? ഒരു ദിവസം സമയം തരൂടെ നന്നാവാനായിട്ട്? പ്ലീസ്. ഈ സ്ത്രീക്ക് സീരിയസ് ആയിട്ട് ചികിത്സ. സീരിയസ് ആണെങ്കിൽ ആശുപത്രി കിടക്കണം. ഇവിടെ ഇരിക്കണേ എന്തിന്? കടപ്പുറം അമ്മ, അതെന്താടാ കടപ്പുറത്തുള്ളവർക്കൊക്കെ കുഴപ്പം? കടപ്പുറത്തുള്ളവർ സ്ട്രോങ് ആണ്ടവർ. കടപ്പുറം ഞാനത് തെറ്റിദ്ധരിച്ച് പറഞ്ഞാണ്. പുനലൂരുള്ള അലവലാതിയാണത്. അത് കടപ്പുറത്തുള്ളതല്ല. അവൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ വിചാരിച്ചതാണ്.
അങ്ങനെയല്ല. അതല്ല ഞാൻ പറഞ്ഞത്. ഒരു കാരണവശാലും അവരങ്ങനെയല്ല. അവർ മറ്റൊരു പട്ടാളമാണ്. അവരെ അങ്ങനെ പറയേണ്ടി വന്നതിൽ ഖേദമുണ്ട് എനിക്ക്. അതല്ല, പുനരൂരുള്ള നല്ല വെടിപ്പീസാ. ഷെയ്മോണിയോ, താങ്ക് യു. നിങ്ങൾ എന്തിനാ മതം പറയണം? മതം നിനക്കൊക്കെ ഇല്ലേ? ഉള്ള മതം പറയും. നിങ്ങളുടെ ഈ ടൈം യൂട്യൂബിലെ ഈ ചവറ പ്രസംഗം യൂസ് ചെയ്യാതെ സമൂഹത്തിന് ഉപകരിക്കുന്ന കാര്യങ്ങൾക്ക് യൂസ് ചെയ്തൂടെ? ഇപ്പൊ എത്ര മണിയായി? 7:30 രാത്രി 7:30 പോയി സമൂഹത്തിന് ഉപകരിക്കുന്ന എന്ത് കാര്യം ചെയ്യാൻ പറ്റും? തട്ടുകോ ചെയ്യാനേ പറ്റുള്ളൂ. അല്ലെങ്കിൽ സിനിമയ്ക്ക് പോകാൻ പറ്റുമായിരിക്കും. ഇന്നിപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഭയങ്കര റഷായിരിക്കും. നാളെ വേണമെങ്കിൽ സമൂഹത്തിന് ഉപകരിക്കുന്ന കണക്ക് എന്തെങ്കിലും ചെയ്യാം. ഇന്നിപ്പോൾ 7:30 ഞാൻ യൂട്യൂബ് കൊണ്ടിരിക്കട്ടെ. ചാവടി ഉടനെ വയ്യ, അത് അവിടെ പോയി പറഞ്ഞാൽ മതി. ചാവാൻ കാത്തിരിക്കുന്ന ഒരാളാണ് അസ്ലം കുസ്ലം. കടപ്പുറം അമ്മായി, നല്ല അറിയാം, കടപ്പുറത്തുള്ളത് തന്നെ. കീപ് ഗോയിങ്. മഹേഷ് ചന്ദ്രൻ, താങ്ക് യു. ചേച്ചിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞാനും എൻ്റെ മക്കളും. ഹസ്ബൻഡ് വീക്കിലി വൺസേ വരുള്ളൂ. പല തന്തകളും അസഫ്യവും അല്ലേ? ഇവിടെ ഇപ്പൊ സഫ്യമായ എന്തെങ്കിലും ഇവിടെ കിട്ടുന്നുണ്ടോ ഷാഹുലെണ്ണ? അവിടെ മുഴുക്ക നോക്ക്, മൊത്തം സഫ്യമായ മറ്റവരുടെ ക്വാളിറ്റി അതിനകത്തുണ്ട്. എനിക്ക് എൻ്റെ മതം, നിനക്ക് നിന്റെ മതം. ആരും മതത്തെ കുറ്റം പറയരുത്. എൻ്റെ മതത്തിനെ പറ്റി ഞാൻ ആരോടും പറയാറുമില്ല. എൻ്റെ മതത്തിനെ ഞാൻ ബൂസ്റ്റപ്പ് ചെയ്യാറില്ല. എനിക്കൊരു മതത്തിനെ ഇഷ്ടമില്ല. നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ നീ പറയണ്ട. ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. ദാറ്റ് ഈസ് മൈ ചോയ്സ്. മേത്തച്ചി എന്ന് പറഞ്ഞാൽ മ്ലേച്ചത്തി ഡൂഡു ആവ. സീരിയസ് ആണെങ്കിൽ ആശുപത്രി പൊടി. ഇനിയിപ്പോൾ രാത്രി കിട്ടൂലടാ. ഇനി വരുമ്പോൾ ആംബുലൻസ് ഒക്കെ വിളിച്ചിട്ട് പോവേണ്ടി വരും. സഫ്യമല്ല, അസഫ്യം. ഫ അല്ല, ഫം. ഓക്കെ. ഫ ഫി ഫ ഹ. അത് നിങ്ങൾ വിദ്യാഭ്യാസം നിങ്ങൾ പറയുന്നില്ലേ? ജ്, നക്ക്, ഉവ്, കീയ്, പായ്, ഇതൊക്കെ നിങ്ങളും പറയുന്നില്ലേ? ഇപ്പൊ തെക്കോട്ടുള്ള ഭാഷ അങ്ങനെയാണ്. അതൊക്കെ പ്രൊനൗൺസിയേഷന് പല തെറ്റുകളൊക്കെ വരും. അസ്ല എന്തിന് ജാസ്മിനെ പേടിക്കുന്നു? അതൊരു കാര്യമാണ്, പക്ഷെ അതുണ്ട്. അത് എനിക്കറിയാം, പക്ഷെ ഞാൻ പറയത്തില്ല. അതാണ് ഞാൻ കുട്ടിക്ക് പ്രോമിസ് ചെയ്ത് കൊടുത്തത്. അതുപോലെ എൻ്റെ കുട്ടിക്ക് ഞാൻ പ്രോമിസ് ചെയ്ത് കൊടുത്തത്. ഞാനായിട്ടത് പറയത്തില്ല. എൻ്റെ വായി നിങ്ങളത് കേൾക്കത്തില്ല. അത് അവള് പറയട്ടെ, ഞാൻ പറയത്തില്ല. ഇവര് മൊത്തത്തിൽ അസ്ലയെ കൊണ്ട് എനിക്കെതിരെ വീഡിയോ ചെയ്യിച്ചത് മാത്രമല്ല, അസ്ലയ്ക്ക് സപ്പോർട്ടീവായിട്ട് മറ്റുള്ളവരെ കൊണ്ട് എനിക്കെതിരെ വീഡിയോ ചെയ്യിച്ചതും എൻ്റെ വായിൽ നിന്നത് കേൾക്കാനാണ്. അത് ഞാൻ പറയത്തില്ല എന്ന് ഞാൻ അങ്ങ് ഉറപ്പിച്ചു. പറയണമെങ്കിൽ ഇത് വെരി നെക്സ്റ്റ് ഡേ ഞാൻ പറഞ്ഞിട്ടുണ്ടാവുമായിരുന്നു. ഞാൻ പറയത്തില്ല. പക്ഷെ ഞാൻ ഇപ്പോഴും പറയണത് അസ്ലയോട് ധൈര്യസമേതം അത് പറഞ്ഞേക്കാം. അങ്ങ് പൊട്ടിച്ചേരേ, അതോടെ നീ ഫ്രീ ആയി. നിനക്ക് പിന്നെ ഒന്നും ഭയക്കേണ്ടതില്ല. പിന്നെ നീ അവരുടെ വിരലാട്ടത്തിന് നിൽക്കേണ്ടതില്ല. ഇന്ന് ഈ സമൂഹം മുഴുക്ക നിന്നെ ഒറ്റപ്പെടുത്തുകയും ഇതുപോലെ കളിയാക്കുകയും കമന്റ് കണ്ട് ഭയപ്പെടേ ചെയ്യണ്ട. കമന്റിനകത്ത് അവരേൽപ്പിച്ച കൊട്ടേഷൻ ഏജൻസ് ആണ് വന്ന് പറയുന്നത്. അത് കണ്ട് ഭയപ്പെടേ വേണ്ട. അതൊരു വേഷജന്മമാണെന്ന് ഭൂരിഭാഗം ലോകത്തുള്ള മുഴുവൻ ജന്മങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതൊരു വേഷജന്മമാണെന്ന്. ഇനി അവിടെയുള്ള കുറേ എണ്ണം വന്ന് അതിനെ ഒന്ന് വെളുപ്പിക്കാൻ ശ്രമിക്കുന്ന വളരെ കഷ്ടപ്പാടാണ് നീ ഈ കാണുന്നത്. അത് ധൈര്യസമേതം, കാരണം നിന്നെ ആ അഴുക്ക് ചാലിലേക്ക് കൊണ്ടെത്തിച്ചത് അവളാണ്. അത് ധൈര്യസമേതം നീ നിന്റെ ആ വിഷയം പുറത്തു പറയുമ്പോൾ അപ്പുറത്തെ ബലൂൺ അങ്ങ് പൊട്ടും. അത്രയേ ഉള്ളൂ. പിന്നെ പടയപ്പ കയറി കഥ പടച്ചോളൂ. കുലുസൂരി തൂഴെറിഞ്ഞ് പടയപ്പട പെണ്ണുമ്പളയില്ലേ മറ്റേ എന്തോ ചന്ദ്രമുഖിയാ എന്തരാ ഒരെണ്ണം ഉണ്ടല്ലോ. അവളുടെ പേര് ആരെങ്കിലും എഴുതിയിട്ടേ നോക്കട്ടെ. അറിയില്ല, പേരൊന്നും എഴുതിയിട്ടാണ്. പടയപ്പയിലുള്ള ആ ലേഡിയുടെ പേരെന്തുവാ? ആരും ഇടുന്നില്ല. അവിടെ എന്തല്ല വരുന്നുണ്ട്. എന്റെ പൊന്ന് പിള്ളേരെ, ഇതൊന്ന് എഴുതിയിട്ടാ നീലാംബരി കയറി കഥ പടയ്ക്കും. കൊട്ടേഷൻ പിന്നെ കൊട്ടേഷൻ ടീമല്ല. അയ്യോടാ, ഇറങ്ങിപ്പോടിന്നടേ. ഇത് എന്റെ ചാനലാണ്, ഇത് എന്റെ ലൈവാണ്. നീ ഇറങ്ങിപ്പോ.
കൊട്ടേഷനാന്ന്. അയ്യോ അയ്യോ. പെൻഷൻ കിട്ടാനായോ? ഇല്ല, ഒരു 10 കൊല്ലം കൂടെ ഒക്കെ വേണം. 10 അല്ല 14 കൊല്ലം കൂടെ വേണം പെൻഷൻ ആവാൻ. ആമി നെറ്റ് ഇഷ്യൂ. ഓ എഴുതി എഴുത് 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 മെനക്കെട്. അതൊരു രസമുണ്ട് കേട്ടോ. കോപ്പി പേസ്റ്റ് അല്ലേ? എഴുത് 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 എഴുത്. നിങ്ങൾ എത്ര നേരം ഇരിക്കുന്നോ അത്ര പേയ്മെന്റ് എനിക്ക് കയറും. എഴുത്. കറക്റ്റ് ഇരുന്നു അവിടെ ഇരുന്ന് എഴുത്. നമുക്കിതങ്ങ് നീട്ടിക്കൊണ്ടു പോയാലടാ. അവിടെ ഇരുന്ന് എഴുതട്ട്. എഴുത് എഴുത്. നിനക്കെതിരെ കേസ് കൊടുത്തു IT Act 67. ഓ, നാളെ തന്നെ തൂക്കിക്കൊല്ലോ അതോ ഒരാഴ്ച കഴിഞ്ഞ് തൂക്കിക്കൊല്ലോ? പേടിച്ച്. IT Act 67. അയ്യോടാ. പോയി തെണ്ടി തിന്നൂടെ? ഇതിലും ഭേദം. അത് തെണ്ടിയൊക്കെ പറ്റുന്ന പരിപാടിയല്ലേ, അത് നീ ചെയ്യും. ഞാൻ തെണ്ടിയല്ലല്ലോ, അപ്പോൾ അതങ്ങനെ ഇരുന്നോളൂ. നീലാംബരി. യെസ്, നീലാംബരി. നീലാംബരിയുടെ ഉഗ്ര ശബ്ദവും ഉഗ്ര പേക്കൂത്തും അപ്പുറത്ത് കണ്ടില്ലേ? ആ എഴുത് എഴുത് എഴുത്. IT Act 67 കേസ് എടുത്തു. ആ എഴുത് 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 എഴുത്. ആ മത്സരിക്കും എഴുത് എഴുത് എഴുതട്ടെ. ഓ, കേസ് എടുത്തു. എന്നിട്ട് എന്തായാലും ആ കേസിനെ പറ്റി പറഞ്ഞാണൊക്കെ ഞാൻ പറയാം. ഇവിടെ പീഡോപീലിയക്കാരന്മാരെ അകത്തുനിന്ന് ഇറങ്ങി വരുന്നു, മുൻകൂർ ജാമ്യം കിട്ടുന്നു. ഇനി അത് പോരാണ്ട് ആരായിരുന്നു മറ്റേ പോക്സോ പ്രതി മുൻകൂർ ജാമ്യത്തിൽ നിൽക്കുന്നു. 1000 പേര് വന്നപ്പോൾ വാള് വെച്ച് വെട്ടിയ ആ നാറിക്ക് നാട് മുഴുക്ക കേസ്. അവൻ ധൈര്യസമേതം പുറത്തു നിൽക്കുന്നു. ഇതിനേക്കാൾ വലിയ കേസ് കൊടുത്ത് മറ്റേ അങ്ങേരെ പിടിച്ചകത്തിട്ട് പുറത്തു നിൽക്കുന്നു. എന്തിനധികം പിണറായി വിജയന് വരെ കേസുണ്ട്, പ്രധാനമന്ത്രിക്ക് കേസുണ്ട്, പെൺപിള്ളേരെ റേപ്പ് ചെയ്ത കേസ്, അതായത് ഗുജറാത്ത് കലാപം. അയാൾ നിൽക്കുന്നു, അയാൾ പ്രധാനമന്ത്രിയായി. 67 എന്ന് പറയുന്നത് അതിൻ്റെ പുറത്തല്ലല്ലേ, അതിൻ്റെ താഴോട്ടല്ലേ വരുള്ളൂ. അത് ഞാനങ്ങ് ഫേസ് ചെയ്തോളാം. തിരുവനന്തപുരം കമ്മീഷണർ എന്നെ പൂട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അയാളെ വീട്ടിലെ പെണ്ണുമ്പളെ പൂട്ടേ ഉള്ളൂ, അയാൾ എന്നെ പൂട്ടാൻ വരാൻ അതിനുള്ള ആ യോഗ്യത അയാൾക്കില്ല. ഓ, തിരുവനന്തപുരം കമ്മീഷണർക്ക് വേണ്ടിയിട്ടാണ് അടുത്ത കമന്റ് കേട്ടോ. ഭയങ്കര സ്പീഡേ, കുറച്ച് സ്ലോ. യൂട്യൂബ് ഇല്ലെങ്കിൽ അവൾ പിന്നെ എന്ത് പണി? 2 വർഷം മുമ്പ് വരെ എന്ത് പണിയെടുത്തോ അത് പണിയെടുത്ത് അങ്ങ് ജീവിക്കും. യൂട്യൂബ് ഇല്ലെങ്കിൽ. യൂട്യൂബ് ഇപ്പൊ വന്നതാ. 100 പേര് പോയല്ല, 1.2 ആയിരുന്നു കേട്ടോ, 100 പേര് പോയിട്ടുണ്ട്. പക്ഷെ പോവല്ലേടെ, നില്ലടേ, ബാക്കിയും കൂടെ എഴുതിയിടട്ട്. ഇവർ പറയുന്നതാണ് തെറ്റ്, നിങ്ങൾ പറയുന്നത് കുഴപ്പമൊന്നുമില്ലേ? ആരും മെച്ചമൊന്നുമല്ല, എല്ലാവരും കണക്കാണ്. ഒരു കൈ കെട്ടിയാൽ മാത്രം സൗണ്ട് ഉണ്ടാവില്ല. അപ്പൊ ശരി, ഗുഡ് നൈറ്റ്.